الشيطان الرجيم. بسم الله الرحمن الرحيم. أعوذ بالله من همزات الشياطين وأعوذ بالله أن يحضرون. أعوذ بالله من كل شيطان وهامة ومن كل عين لامة. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. يا ربنا لك الحمد، يا ربنا لك الحمد، يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك وجبروتك. اللهم لك الحمد بالإسلام ولك الحمد بالقرآن، لك الحمد لما هديتنا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق وناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدرهم ومقدارهم العظيم. اللهم صل على سيدنا محمد النبي الأمي الشافع المشفع صلى الله عليه وعلى آله وصحابته ومن اهتدى بهديه واستنى بسنته وسلك نهجه إلى يوم الدين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ربنا إننا سمعنا مناديا ينادي للإيمان. ربنا إننا سمعنا مناديا ينادي للإيمان أن آمنوا بربكم فآمنا. ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ربنا وآتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة. ربنا وآتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. صدق الله مولانا العلي العظيم، صدق وبلغنا رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ഏറ്റവും ഭാഷണങ്ങൾ നമ്മൾ പറഞ്ഞാലും കേട്ടാലും വീണ്ടും തിന്മയിലേക്ക് വഴിതെറ്റിപ്പോകുന്ന നമ്മുടെ മനസ്സുകളെ അല്ലാഹു നന്മയിൽ തന്നെ പിടിച്ചു നിർത്താനുള്ള കരുത്ത്, ഈമാനികമായ ഉണർവ്, അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ബോധം റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ തെറ്റുകളൊക്കെ വിട്ടുപുറത്ത് മാപ്പ് തരട്ടെ. നമ്മയൊക്കെ അല്ലാഹു ശുദ്ധിയാക്കി തരട്ടെ. നമ്മുടെ ശരീരത്തിലും മനസ്സിലുമുള്ള അസുഖങ്ങൾ അല്ലാഹു നീക്കി തരട്ടെ. നമ്മുടെ അഭ്യന്തരായ സെക്രട്ടറി അദ്ദേഹമാണോ ആക്സിഡൻ്റ് ആയി കുടുംബം, അള്ളാഹു അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് വളരെ ഇമ്മീഡിയറ്റ് റിക്കവറി, പെട്ടെന്ന് അവർക്ക് ആശ്വാസം നൽകി അള്ളാഹു അവർക്ക് പരിപൂർണ്ണ ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കോട്ടപ്പുറം ഈ പ്രദേശം ബഹുമാനപ്പെട്ട അബൂബക്കർ വാഖബി ഉസ്താദ് പറഞ്ഞ പോലെ വളരെ അനുഗ്രഹീതമായ ഒരു പ്രദേശമാണ്.
ആ ഒരു ഉണർവ്, എന്തോ ഒരു പ്രകാശം ഈ പ്രദേശത്ത് കാണാൻ കഴിയുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ സഹോദരന്മാരിലൊക്കെയും ഈ ഈമാനികമായ തെളിച്ചവും വെളിച്ചവും അല്ലാഹു നമ്മുടെ നാടുകളിൽ, വിശേഷിച്ച് ഈ പ്രദേശത്ത്, ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ ഖിയാമത്ത് നാൾ വരെ അല്ലാഹു നിലനിർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു ദിക്റിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖാലഹ, ഏതെങ്കിലും ഒരാൾ ഫിൽ ലൈലി, രാത്രി ആ ദിക്ർ ചൊല്ലുകയും അങ്ങനെ സുബഹിക്ക് മുമ്പായിട്ട് അയാൾ മരിക്കുകയും ചെയ്താൽ ഉറപ്പായും സ്വർഗം കിട്ടും എന്ന് പറഞ്ഞ ഒരു ദിക്റുണ്ട്. അത് ചൊല്ലിയാൽ സ്വർഗം ഉറപ്പാണ്. അത് സ്വർഗം അള്ളാഹു നൽകാൻ അള്ളാഹുവിൻ്റെ തീരുമാനമുള്ളവർക്ക് അത് ചൊല്ലാനുള്ള ഭാഗ്യവും ഉണ്ടാകും. നേരം പുലർന്നു ഒരാളത് ചൊല്ലിയാൽ, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയാൽ അവർക്ക് സ്വർഗമുണ്ടെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നേരം പുലർന്നാൽ ഒരു തവണ, രാത്രിയായി കഴിഞ്ഞാൽ ഒരു തവണ കൂടെ ചൊല്ലാൻ പ്രാധാന്യമുള്ള ഒരു ദിക്ർ വളരെ എളുപ്പമുണ്ട്. മൻ ഖാലഹാ മൂഖിനൻ ബിഹാ, അതിൻ്റെ അർത്ഥമറിഞ്ഞ് മനസ്സുറപ്പിച്ചു പറഞ്ഞാൽ ദഖലൽ ജന്ന, അവർക്ക് സ്വർഗം ഉറപ്പാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് ചൊല്ലിക്കോളൂ, അല്ലാഹുമ്മ അൻത റബ്ബി, അല്ലാഹുമ്മ അൻത റബ്ബി, ലാ ഇലാഹ ഇല്ലാ അൻത, ലാ ഇലാഹ ഇല്ലാ അൻത, ഖലഖതനി വഅന അബ്ദുക, വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. الله قبول ചെയ്യട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ അൻത റബ്ബി, നീ ഞങ്ങളുടെ രക്ഷിതാവാണ് പടച്ചവനേ. ഞങ്ങളുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത, ലാ തുദ്രികുൽ അബ്സ്വാർ വഹുവ യുദ്രികുൽ അബ്സ്വാർ വഹുവൽ ലത്തീഫുൽ ഖബീർ, എല്ലാം അറിയുകയും ലാ തഖുദുഹു സിനത്തും വലാ നൗം, ഈ പ്രപഞ്ചത്തെ നിലനിർത്തിക്കൊണ്ടുവരാൻ ഒരു തൂങ്ങിയുറക്കമോ ഒരു ക്ഷീണമോ ഒന്നും ബാധിക്കാത്ത ഖയ്യൂമായ പടച്ചവനെ, ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹനായി ആരുമില്ല പടച്ചവനെ. ഖലഖതനി, നീയാണ് എന്നെ പടച്ചത്. വഅന അബ്ദുക, ഞാൻ നിന്റെ അടിമയാണ്. ഉടമസ്ഥനായ നീ എന്താണോ എന്നോട് പറയുന്നത് അത് മുഴുവനും അനുസരിക്കാൻ കടപ്പെട്ടവൻ. വഅന അലാ അഹ്ദിക, ഞാനും നീയും തമ്മിലൊരു കരാറുണ്ട്. നിന്നെ ഞാൻ അനുസരിക്കൂ പടച്ചവനെ, നിന്നെ ഞാൻ ആരാധിക്കൂ, നിനക്ക് ഞാൻ ഇബാദത്ത് ചെയ്യൂ. ആ കരാറിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. വവഅദിക, നിനക്ക് ഞാൻ വാക്ക് തന്നിട്ടുള്ളത്. ആത്മാക്കളുടെ ലോകത്ത് വെച്ച് അലസ്തു ബിറബ്ബിക്കും, ഞാനല്ലയോ നിങ്ങളുടെ രക്ഷിതാവെന്ന് ചോദിച്ചപ്പോൾ ഖാലൂ ബലാ, അതേ പടച്ചവനെ നീയാണ് ഞങ്ങളുടെ രക്ഷിതാവെന്ന് ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. ഞാൻ ആ പ്രഖ്യാപനം മരണം വരെ കൊണ്ടുപോകുന്ന ഉറപ്പേ. മസ്തതഅ, എൻ്റെ കഴിവിൻ്റെ പരമാവധി നീ പറഞ്ഞ പോലെ ഞാൻ ജീവിക്കാം. അഊദു ബിക മിൻ ശർരി മാ സനഅത്, ഞാൻ ചെയ്തു കൂട്ടിയ എല്ലാ തിന്മകളും അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. അബൂഉ ലക ബിനിഅമതിക അലയ്യ, നീ എനിക്ക് തന്ന അനുഗ്രഹമാണ് റബ്ബേ. ഞാൻ നിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ എനിക്ക് നിന്നോട് കാണിക്കാനുള്ളത് നീ തന്ന അനുഗ്രഹങ്ങളാണ്. പക്ഷെ നിനക്ക് ഞാൻ കൊണ്ടുവരുന്നത് ഞാനായിട്ട് ചെയ്തു കൂട്ടിയത് വഅബൂഉ ബിദംബി, എനിക്ക് തെറ്റുകളെ ഉള്ളൂ പടച്ചവനെ. നീ തന്നത് അനുഗ്രഹങ്ങളാണ്, പക്ഷെ തിരിച്ച് എൻ്റെ കയ്യിൽ തെറ്റുകളാണ്. ഫഗ്ഫിർ ലി, എനിക്ക് പുറത്തു താ റബ്ബേ. ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, തെറ്റുകൾ നീയല്ലാതെ പൊറുക്കില്ലല്ലോ പടച്ചവനെ. ഇതാണ് ഹദീസിന്റെ പ്രാർത്ഥനയുടെ അർത്ഥം. മനസ്സറിഞ്ഞ് ചൊല്ല, രാവിലെയും വൈകുന്നേരവും ഓരോ തവണ ചൊല്ലിയാൽ ആ ദിവസത്തിൻ്റെ ഇടക്ക് മരിച്ചു പോയാൽ സ്വർഗം ഉറപ്പാണ്.
اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. അള്ളാഹു നമ്മയൊക്കെ സ്വീകരിക്കട്ടെ. നമ്മളൊക്കെ ഒരുമിച്ച് കൂടുന്നതിൻ്റെ അർത്ഥവും അത്രയാണ്. ഈ വാദ പരിപാടികളും സിയാറത്തും നമ്മുടെ നിസ്കാരവും സൽക്കർമ്മങ്ങളും സ്വതക്കയും ഇതിൻ്റെയൊക്കെ ലക്ഷ്യമെന്താ? സ്വർഗം കിട്ടണം, അള്ളാഹുവിൻ്റെ അടുത്ത് രക്ഷപ്പെടണം. ഇതിനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നിങ്ങളൊക്കെ ഏറ്റവും വലിയ പ്രതിഫലത്തിന് അർഹരാണ്. അൽഹംദുലില്ലാഹ്. എല്ലാ ജോലി തിരക്കോ മാറ്റി വെച്ച് നിങ്ങൾ ഇങ്ങോട്ട് വന്നില്ലേ? നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു പായസമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവും. നമ്മുടെ ശ്രോതാക്കൾക്ക് വല്ല ചുക്ക് കാപ്പിയോ ചായ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഒന്നുമില്ല. അതൊന്നും ഇല്ല എന്നറിഞ്ഞിട്ട് തന്നെ ഞങ്ങൾ വന്നത്. അപ്പോൾ നിങ്ങളുടെ വരവ് വല്ലാത്ത വരവാണ്. പിന്നെ വേള് പറയാൻ ഞാൻ ഞാൻ വരാമെന്ന് പറഞ്ഞ് കുറേ മുമ്പ് കൊടുത്ത ഡേറ്റാണ്. ഞാൻ എന്തായാലും വന്നേ പറ്റും. നിങ്ങളില്ലെങ്കിലും നല്ല മൈക്കാണ്, എന്തോ റാഹത്തിൻ്റെ മൈക്ക്. അൽഹംദുലില്ലാഹ്. നിങ്ങളില്ലെങ്കിലും വേള് ഞാൻ അവിടെ പറയും. പക്ഷെ നിങ്ങൾ വന്നത് നിങ്ങൾക്ക് വേണ്ടി വന്നതാണ്, അള്ളാഹ്ക്ക് വേണ്ടി നിങ്ങൾ വന്നതാണ് അല്ലേ? ഇത് വല്ലാത്ത സംഭവമാണ്. ഇവിടെ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഒരുപാടുണ്ട്. ആണുങ്ങളൊക്കെ കുറേ ആൾക്കാർ ഗൾഫിലാണ്. അപ്പം പുരുഷന്മാർ കുറവാണ്. സാധാരണഗതിയിൽ എല്ലായിടത്തുമുള്ളൊരു വിഷയം അതാണ്. അങ്ങനെയാണ്, സാരമില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരുമിച്ച് കൂടിയതൊക്കെ നിങ്ങൾ വന്നത് നന്നായി. നിങ്ങളുടെ നടത്തം അല്ലാഹുവിന് ഇഷ്ടമായി. നിങ്ങൾ സ്വർഗത്തിൽ നിന്നൊരു വീട് ഒരുക്കി വെക്കുകയും ചെയ്തു എന്ന് അള്ളാഹു പറയുന്നവർ, അള്ളാഹുവിൻ്റെ മാലാഖമാർ ആ പറയുന്ന വിഭാഗത്തിൽ അള്ളാഹു നമ്മെ ചേർത്തി തരട്ടെ. ഇവിടെ നന്മ വിളയും കുടുംബം എന്നൊരു വിഷയം എൻ്റെ മുമ്പിലിരിക്കുന്നുണ്ട്. സത്യത്തിൽ ആ ഒരു വിഷയം നമ്മളിവിടെ അടുത്ത് കാഞ്ഞങ്ങാട് 2 ദിവസത്തെ പ്രഭാഷണത്തിൽ അവിടെ ചർച്ച നടന്നു കഴിഞ്ഞൊരു വിഷയമാണ്. അപ്പോൾ ഞാൻ മറ്റൊരു വിഷയം പറയാമെന്ന് വിചാരിച്ചാൽ എൻ്റെ ധാരണയിൽ വന്നത് നിങ്ങൾക്ക് വിട്ടെന്ന്. വേറെ വിഷയം പറയണോ അല്ലേ തന്നെ പറയണോ? എന്താണ് എങ്ങനെ? ആയിക്കോട്ടെ. അവസ്ഥ ഒരു ചോയ്സ് തന്നിട്ടുണ്ട്, ഒരു ഖിയാർ തന്നിട്ടുണ്ട്. അപ്പോൾ ആവർത്തനങ്ങൾ വരണ്ടല്ലോ കുടുംബത്തെ. ആ വിഷയം നമ്മുടെ കുളവയിൽ, നിങ്ങളുടെ അടുത്ത് തന്നെയല്ലേ കുളവയിൽ എന്നൊക്കെ പറഞ്ഞത്. ഞാൻ ഇപ്പോൾ കാഞ്ഞങ്ങാട്ടുകാരനായി മാറിയിട്ടുണ്ട്. ജന്മം കൊണ്ട് മലപ്പുറമാണെങ്കിലും വാളുകൊണ്ട് കാഞ്ഞങ്ങാട് പരിസരമൊക്കെ ആയിപ്പോയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അപ്പോൾ നിങ്ങൾക്കറിയുന്ന പ്രദേശങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ CD കാസറ്റൊക്കെ കിട്ടും ചെയ്യും. അപ്പോൾ ആ വിഷയങ്ങൾ വഴി പറയാം. അത് ഞാൻ സൗകര്യപൂർവ്വം മാറ്റിവെക്കുകയാണ്. നമുക്ക് പുതിയ കാര്യങ്ങളൊക്കെ പറയാമെന്ന് വിചാരിച്ച്. വിശുദ്ധ ഖുർആനിലെ ആശയങ്ങൾ മൊത്തം എടുത്തു നോക്കിയാൽ ഖുർആനിൽ നിന്ന് പഠിക്കാനുള്ളത് എന്താണ്? എനിക്ക് ഇസ്ലാമിൽ നിന്ന് കിട്ടാനുള്ളത്. ഇസ്ലാം എന്നെ എന്ത് പഠിപ്പിച്ചു? ഒന്ന് റഖാബ, അള്ളാഹു എന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന പാഠം. ഏറ്റവും വലിയ പാഠം ഖുർആനിൽ കിട്ടാനുള്ളത് അതാണ്. ഞാൻ അള്ളാഹുവിൻ്റെ കൺമുമ്പിലാണ്. മക്കയിലെ ഒരു കിണറിന്റെ വക്കിൽ 2 പേരിയ്ക്കുന്നു. ഒരാളുടെ പേര് സഫ്വാൻ, മറ്റേ ആളുടെ പേര് ഉമൈർ. ബദർ യുദ്ധം കഴിഞ്ഞിരിക്കുകയാണ്. ബദറിൽ ഒരുപാട് ആളുകൾ, ഇവരുടെ വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ മുശ്രിക്കുകളുടെ ബഹുദൈവ വിശ്വാസികളായിരുന്ന അവരുടെ പിതാക്കന്മാർ, ജ്യേഷ്ഠന്മാർ, അവരുടെ അമ്മാവന്മാർ ഒക്കെ മരിച്ചു പോയിട്ടുണ്ട്. ആ ഒരു സങ്കടത്തിൽ മക്കയിലിരിക്കുന്ന 2 മുശ്രിക്കുകൾ, 2 ബഹുദൈവ വിശ്വാസികൾ. ഒരാളുടെ പേര് സഫ്വാൻ, മറ്റൊരാളുടെ പേര് ഉമൈർ. ഒരു കിണറിന്റെ വക്കിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോ ഉമൈർ ഇങ്ങനെ പറഞ്ഞു, ലാ ഖൈറ ഫീ ഐശിൻ ബഅദ ബദർ. ബദർ യുദ്ധം കഴിഞ്ഞതിന്റെ ശേഷം നമ്മൾ ജീവിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല. എന്ത് നമുക്ക് നഷ്ടമായില്ലേ? എല്ലാം തീർന്നില്ലേ? നമ്മുടെ നേതാക്കന്മാരൊക്കെ പോയില്ലേ? അബൂജഹലും ഉത്ബയും ഷൈബയും എല്ലാവരും പോയില്ലേ? ഇനി എന്താ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? ഉണ്ടാവില്ല, ഇലക്ഷൻ കഴിഞ്ഞ് നേതാക്കന്മാരൊക്കെ തോറ്റ എന്താ അവസ്ഥ എന്ന പോലെ നേതാക്കന്മാരൊക്കെ മരിച്ചുപോയി. അവരൊക്കെ കൊല്ലപ്പെട്ടില്ലേ? ഹീനമായി ബദർ യുദ്ധം മുസ്ലിമീങ്ങൾ കൊണ്ടുപോയില്ലേ? ഇനി എന്താ ജീവിച്ചിരുന്നിട്ട്? ഉമൈർ പറയാണ്, വല്ലാഹി അല്ലാഹു തന്നെയാണ് സത്യം. ലൗലാ ദുയൂനുൻ, കുറെ കടങ്ങളുണ്ട് എനിക്ക്. വഴിയാലും കുറെ മക്കളുണ്ട്. ഈ മക്കളെ നോക്കണം എന്ന ആ ഒരു ചിന്തയും
എന്റെ കടം വീടണല്ലോ എന്ന ആ ഒരു പ്രയാസവും ഇല്ലായിരുന്നുവെങ്കിൽ കടവും കുട്ടികളൊന്നും ഇല്ലെങ്കിൽ മദീന വരെ പോയി ആ മുഹമ്മദ് നബിയുടെ തല ഞാൻ ഇറക്കുമായിരുന്നു എന്ന് ഉമൈർ ഒരു ആവേശത്തിൽ വിളിച്ചു പറയാം. കിണറ്റിന്റെ വക്കിൽ ഇങ്ങനെ ഇരിക്കുന്ന ചിത്രങ്ങൾ ആലോചിച്ച് നോക്കി. സഫ്വാൻ കിട്ടിയ ചാച്ചിൽ പറഞ്ഞു, പിന്നെ കുട്ടികള് നിന്റെ മക്കൾ നിന്റെ കുട്ടികളാ, ഞാൻ നോക്കിക്കോളാം, നിന്റെ കടം ഞാൻ ഏറ്റെടുത്തു, ഈ പോയിക്കോ. കുടുങ്ങിപ്പോയില്ലേ? വല്ലാഹി എന്ന് പറഞ്ഞാണ് ഈ പറയണത്. വല്ലാഹി എന്ന് പറഞ്ഞാൽ നുണ പറയാൻ പാടില്ല എന്നാണ്. അത് അന്ന് മുശ്രിക്കുകൾ വരെ നുണ പറയില്ല. സുബ്ഹാനല്ലാഹ്. പിന്നെ ബാക്കിയോട് പറയാൻ പാടില്ലല്ലോ. ഉമൈർ തീരുമാനിച്ചു, എന്റെ കുട്ടികളെ കാര്യം അവൻ ഏറ്റെടുത്തു, കടം ഏറ്റെടുത്തിരിക്കുകയാണ്. എന്നാ പിന്നെ ഞാൻ പോവാണ് മദീനത്തേക്ക്. അപ്പോ ഉമൈറിന്റെ മകൻ മദീനയിൽ ചിറപ്പുള്ളിയായി അവിടെ യുദ്ധത്തടവുകാരനായി പിടിക്കപ്പെട്ടിട്ടുണ്ട്. നബിയെ കൊല്ലാനാണ് ഇവന്റെ പ്ലാൻ. അതുകൊണ്ട് വാളെടുത്തു, വാളിൽ വിഷം ചേർത്ത് വെച്ചു, വിഷത്തിൽ മുക്കി വെച്ചു, നല്ല മൂർച്ച കൂട്ടി വാളുറയിൽ വെച്ച് ബാക്കിൽ പിടിച്ച് കെട്ടി നേരെ യാത്രയാവുകയാണ് കുതിരപ്പുറത്ത് മദീനയിലേക്ക്. 400-500 കിലോമീറ്റർ അപ്പുറത്തേക്ക് മസ്ജിദുൻ നബവിയിൽ ഇരിക്കുന്നുണ്ട് റഹ്മത്തുൽ ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരുണ്യത്തിന്റെ ഗുരു അവിടെ ഇരിക്കുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമൈർ ഇങ്ങനെ കടന്നു വരുമ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നോക്കിയിട്ട് പറഞ്ഞു, അദുവൻ അദുവൻ ജാഅ, ഒരു ശത്രു ഇതാ വന്നിരിക്കുന്നു നബിയേ. വല്ലാഹി മാ ജാഅ ഇല്ലാ ലിശർരിൻ, ഒരു മോശപ്പെട്ട ദുരുദ്ദേശം കൊണ്ടല്ലാതെ ഇവൻ വരാറില്ല. ഉമൈർ വന്നത് എന്തോ ഒരു കാര്യം ചെയ്യാനാണ്, എന്തെങ്കിലും ഒരു അപായം നിങ്ങൾ കേൾപ്പിക്കാൻ, എന്തോ ഒരു ദുരുദ്ദേശമുണ്ട് ഉറപ്പാണ്. നബിയെ, ഉമൈർ വന്നിട്ടുണ്ട്, കടത്തിവിടണോ എന്ന് ചോദിച്ചു. നബി തങ്ങൾ പറഞ്ഞു, അദ്ഖിൽഹു യാ ഉമർ, ഉമറേ പോന്നോട്ടെ എന്ന് പറഞ്ഞു. കടന്നു വന്നു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു വാള് കണ്ടപ്പോഴേ വാളെടുത്തിട്ട് കഴുത്തിൽ തൂക്കി കൊടുത്തു. നബി കണ്ടോട്ടെ എന്ന് വിചാരിച്ചു. മാ ജാഅ ബിക യാ ഉമൈറു, ഉമൈറേ നിങ്ങൾ എന്താണ് വരാൻ കാരണം? എന്തേ ഉമൈറേ നിങ്ങൾ വന്നത്? ലാ ശൈഅ യാ റസൂലല്ലാഹ്, ഒന്നിനുമില്ല നബിയേ, ഒന്നിനും വെറുതെ വന്നതാണ്. മാ ജിഇതു ഇല്ലാ ലിഇബ്നി അസീരിൻ ഇൻദകും, നിങ്ങൾ പിടിച്ചു വെച്ച എന്റെ മോനില്ലേ, ആ മോനെ ഒന്ന് റിലീസ് ചെയ്യാൻ പറ്റുമോ നോക്കാൻ വേണ്ടി വന്നതാ. ഉമൈറേ പറയൂ, ഉമൈറേ മാ ജാഅ ബിക, എന്തിനാണ് ഉമൈറേ നിങ്ങൾ വന്നത്? ഒന്നുമില്ല നബിയേ, ലാ ശൈ, ഒന്നുമില്ല. അപ്പൊ വാളോ? ലഅനഹ അല്ലാഹു മിൻ സുയൂഫിൻ മാ അഗ്നത്നാ യൗമ ബദ്രിൻ, നബിയേ ഈ വാള് കൊണ്ടൊക്കെ എന്ത് മെച്ചം നബിയേ? ബദർ യുദ്ധം ഉണ്ടായിട്ട് വല്ല മെച്ചം ഉണ്ടായോ? ഞങ്ങളുടെ ആളുകളൊക്കെ കൊല്ലപ്പെട്ടില്ലേ, എന്ത് വാള്? ഉമൈറേ ഒന്നുകൂടെ പറയൂ ഉമൈർ, നിങ്ങൾ എന്തിനാണ് വന്നത്? ഒന്നുമില്ല നബിയേ. ഞാൻ പറയട്ടെയോ ഉമൈറേ, നീയും സഫ്വാനും മക്കയിൽ കിണറിന്റെ വക്കത്തിരുന്നു കൊണ്ട് പറഞ്ഞു, നീ പറഞ്ഞു സഫ്വാനോട്, സഫ്വാനെ കുറെ കുട്ടികളും കടബാധ്യതയും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ മുഹമ്മദ് നബിയുടെ തലയെടുത്ത് കൊല്ലുമായിരുന്നു എന്ന് നീ പറഞ്ഞപ്പോ നിന്റെ കൂട്ടുകാരൻ സഫ്വാൻ പറഞ്ഞു, നിന്റെ മക്കൾ എന്റെ മക്കളാണ്, ഞാൻ നോക്കിക്കൊള്ളാം, നിന്റെ കടം എന്റേത്, ഞാൻ വീട്ടിക്കൊള്ളാം, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞപ്പോൾ ഉമൈറേ വാളെടുത്ത് വിഷത്തിൽ ഊട്ടിവെച്ച് എന്നെ കൊല്ലാൻ വേണ്ടി വന്നതല്ലയോ ഉമൈറേ നിങ്ങൾ മദീനയിലേക്ക് വന്നത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഇത് അല്ലാഹു അല്ലാതെ അറിയിച്ചു കൊടുക്കാൻ മറ്റാർക്കും കഴിയില്ല. സഫ്വാനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സഫ്വാൻ ഇത് ഞാനും നീയും മാത്രം അറിഞ്ഞാൽ മതി, ആരോടും പറയരുത്. അങ്ങനെ രഹസ്യമായി 500 കിലോമീറ്റർ അപ്പുറം സംസാരിച്ചു വെച്ചത് നബിയെ മദീനയിൽ ഇരിക്കുന്ന അങ്ങയുടെ പള്ളിക്കുള്ളിൽ നിൽക്കുന്ന അങ്ങേക്ക് അല്ലാഹു അറിയിച്ചു തന്നത് ലോകരക്ഷിതാവായ അല്ലാഹു ആണ്. ഞാനെന്ന് മുസ്ലിം ആവട്ടെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഉമൈർ എന്നവർ മുസ്ലിം ആവുന്നു റളിയല്ലാഹു അൻഹു. ഖുർആൻ പറയുന്നുണ്ട്, മാ യകൂനു മിൻ നജ്വാ തലാസത്തിൻ ഇല്ലാ ഹുവ റാബിഉഹും
خمسة إلا هو سادسهم ولا أدنى من ذلك ولا أكثر إلا هو معهم أينما كانوا ثم ينبئهم بما عملوا يوم القيامة إن الله بكل شيء عليم ما يكون من نجوى ثلاثة മൂന്ന് പേര് സ്വകാര്യം പറഞ്ഞാൽ إلا هو رابعهم മൂന്നാളുടെ കൂടെ നാലാമനായി അല്ലാഹു ഉണ്ട് അല്ലാഹു നാലാമനായി നിങ്ങളുടെ കൂടെയുണ്ട് ولا خمسة അഞ്ച് പേരിരുന്നാൽ إلا هو سادسهم ആറാമനായി അല്ലാഹു നിങ്ങളോടൊപ്പം ഉണ്ടല്ലോ ولا أدنى من ذلك ولا أكثر إلا هو معهم മൂന്നിനേക്കാൾ കുറവോ അഞ്ചിനേക്കാൾ ഏറെയോ നിങ്ങൾ എത്ര പേരിരുന്ന് ഒരു ക്ലബിന്റെ റൂമിലിരുന്ന് ഒരു വീടിന്റെ മുറിയിലിരുന്ന് ഒരു ഓഫീസിന്റെ ഉള്ളിലിരുന്ന് വാതിൽ അടച്ചു വെച്ച് നിങ്ങൾ എന്ത് പറഞ്ഞാലും അല്ലാഹു നിങ്ങളോടൊപ്പം ഇല്ലാത്ത ഒരവസ്ഥയും ഇല്ല കേട്ടോ എന്ന് വിശുദ്ധ ഖുർആൻ. എവിടെയായിരുന്നാലും അത് നിങ്ങൾ ബോംബെ പോയാലും ദുബൈയിൽ പോയാലും അല്ലാഹു കൂടെയുണ്ട്. ഖത്തറിലായാലും ബഹ്റൈനിലായാലും അല്ലാഹു കൂടെയുണ്ട്. ഇല്ലാഹു മഅഹും. ഇതാണ് കൃത്യമാണ്. മൂന്നുണ്ടെങ്കിൽ നാലാമത് അല്ലാഹു, അഞ്ചാണെങ്കിൽ ആറാമത്തേത് അല്ലാഹു. അതിൽ കൂടുതലും കുറഞ്ഞാലും ഇല്ലാഹു മഅഹും അല്ലാഹു നിങ്ങളോടൊപ്പമുണ്ട്. ഐനമാ കാനൂ എവിടെയായിരുന്നാലും ثم ينبئهم بما عملوا يوم القيامة പരലോകത്ത് ഖിയാമത്ത് നാളിൽ എല്ലാം കൃത്യമായി അല്ലാഹു നിങ്ങൾക്ക് വിവരിച്ചു തരും. എന്തൊക്കെയാ നിങ്ങൾ ചെയ്തത്, എന്തൊക്കെയാ നിങ്ങൾ പറഞ്ഞത്, എന്തൊക്കെയാ നിങ്ങൾ പ്ലാൻ ചെയ്തത്, എല്ലാം അല്ലാഹു അറിയുന്നുണ്ട് കേട്ടോ. ഇന്നല്ലാഹ ബികുല്ലി ശൈഇൻ അലീം. അല്ലാഹു എല്ലാം കൃത്യമായി അറിവുള്ളവനാണ്, മനസ്സ് നോക്കാൻ കഴിവുള്ളവനാണ് അല്ലാഹു. നിങ്ങളോടൊപ്പം അല്ലാഹുവിന്റെ സാമീപ്യമുണ്ട്. ശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു സത്യവിശ്വാസി പഠിക്കുന്ന ആദ്യത്തെ പാഠം അർ-റഖാബ, അല്ലാഹുവിന്റെ സാമീപ്യമാണ്. അല്ലാഹു നമ്മളോടൊപ്പമുണ്ട്. ലാ യഅ്സുബു അൻഹു മിസ്ഖാലു ദർറത്തിൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദ് വലാ അസ്ഗറ മിൻ ദാലിക വലാ അക്ബറ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. യസ്തഖ്ഫൂന മിനൻ നാസ് ولا يستخفون من الله وهو معهم إذ يبيتون ما لا يرضى من القول وكان الله بما يعملون محيطا. ആളുകൾ കാണരുത് എന്ന് വിചാരിച്ച് നമ്മൾ ഒളിപ്പിച്ചു വെക്കുന്നുണ്ടല്ലേ. യസ്തഖ്ഫൂന മിനൻ നാസ്. ഭർത്താവ് അറിയണ്ടെന്ന് വിചാരിച്ച് ഭാര്യ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. ഭാര്യ കേട്ടുപോകരുതെന്ന് വിചാരിച്ച് ഭർത്താവും എന്തൊക്കെയോ തെറ്റുകൾ ഒളിപ്പിച്ച് ചെയ്യുന്നുണ്ട്. മക്കൾ അറിയരുതെന്ന് വിചാരിച്ച് വാപ്പ അറിയരുതെന്ന് വിചാരിച്ച് മക്കൾ. നിങ്ങൾ ജനങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കുകയാണോ? അല്ലാഹുവിൽ നിന്ന് നിങ്ങൾക്ക് മറച്ചു പിടിക്കാൻ കഴിയുമോ? അല്ലാഹു നിങ്ങളോടൊപ്പമുണ്ട്. ഒരിക്കലും പറയാൻ പാടില്ലാത്തത് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു നിങ്ങളോടൊപ്പമുണ്ട്. ജനങ്ങൾ ചെയ്യുന്ന മുഴുവൻ വിഷയങ്ങളും അല്ലാഹു ഓരോന്നോരോന്നായി സസൂക്ഷ്മം അല്ലാഹു വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖുർആനിൽ നിന്ന് പഠിക്കാനുള്ള ആദ്യത്തെ പാഠം ഇതാണ്, അർ-റഖാബ, അല്ലാഹു നമ്മളോടൊപ്പമുണ്ട് എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ബോധം നമുക്ക് എപ്പോഴും നൽകുമാറാകട്ടെ. ഒരു സമൂഹത്തിൽ അങ്ങനെ അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന ഒരു സമൂഹമായി മാറിയാൽ പിന്നെ അവർക്ക് വാളുകളൊക്കെ ഉത്ബോധനമല്ല, ഓർമ്മപ്പെടുത്തലുകളെ ആവുന്നുള്ളൂ. അത്രേ വേണ്ടൂ, ഒന്ന് ഓർമ്മപ്പെടുത്തുക. മദീനയിലൂടെ നടക്കുമ്പോ പ്രഭാത നേരത്തെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ക്ഷീണിച്ചൊരു മതിലിലേക്ക് ഇങ്ങനെ ചാരി നിൽക്കുമ്പോ ആ ഉമ്മ പറഞ്ഞ കഥയുണ്ട്, നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ. മോളോട് എഴുന്നേൽക്കാൻ പറഞ്ഞിട്ട് മോളെ പാലിൽ വെള്ളം ചേർത്ത് വേഗമാവട്ടെ, പാലിൽ വെള്ളം ചേർത്തേക്കണം എന്ന വാക്ക് പറഞ്ഞപ്പോ മോളിന്റെ മറുപടി എന്താ? ഒരാൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, പാലിൽ വെള്ളം
ചേർക്കരുത് എന്ന് ഉമർ തങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ചരിത്രം നമുക്കറിയാമല്ലോ. കുട്ടി എന്താ പറഞ്ഞത്? ഉമ്മയുടെ മറുപടി യബ്നതി ഖൂമി, എഴുന്നേൽക്ക് മോളെ, ഫഇന്നകി ബിമൗദിഇൻ ലാ യറാകി ഫീഹി ഉമർ വലാ മുനാദി. ഉമർ എന്നവരുടെ മന്ത്രിമാരോ നിങ്ങളെ കാണാത്തൊരു സ്ഥലത്താണ് മോളെ നമ്മളുള്ളത്. അതുകൊണ്ട് വെള്ളം ചേർത്തേക്ക്. അല്ലാഹുവിനെ ഭയപ്പെട്ട ഉമ്മ പറഞ്ഞു, യാ ഉമ്മ, പ്രിയപ്പെട്ട ഉമ്മ, ഫഅൈനല്ലാഹ്, അല്ലാഹുവിന്റെ എവിടെയാണ് ഉമ്മ? ഉമറിന്റെ പരിചാരകരോ കണ്ടില്ലെങ്കിലും അല്ലാഹു ഇല്ലേ? ഫഅൈനല്ലാഹ്, അല്ലാഹുവിനെ പറ്റി എന്താ ഉമ്മ നിങ്ങൾ മനസ്സിലാക്കിയത്? ഫഅൈനല്ലാഹ്, അല്ലാഹു ഇല്ലേ ഉമ്മ? ഇത് കേട്ടപ്പോഴാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കണ്ണുനീർ വാർത്തത്. നേരെ പോയി അവരുടെ മക്കളിൽ കല്യാണം കഴിക്കാത്തൊരു മകനോട് വന്ന് കല്യാണം കഴിക്കാൻ വേണ്ടി പറഞ്ഞു, മോനെ, നിനക്ക് ഞാനൊരു നല്ല പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട്. അവൾ അല്ലാഹുവിനെ ഭയപ്പെടുന്ന പെണ്ണാണ്. അല്ലാഹുവിനെ ഭയപ്പെടുന്ന പെണ്ണ്. ചെറുപ്പക്കാര് കല്യാണം ആലോചിക്കുമ്പോൾ പറയണത്, ഹോസ്റ്റലിൽ പഠിച്ച കുട്ടികളൊന്നും വേണ്ട, അല്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കല്യാണം ആലോചിക്കാം. കല്യാണം ആലോചിക്കുന്ന ചെറുക്കന്മാര് അള്ളാനെ പേടില്ല. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞത് ഞാൻ കേട്ടതാ. എന്ത്? ഒരു സുഹൃത്ത് പറയാം, എന്ത്, ഹോസ്റ്റലിൽ പഠിച്ച കുട്ടികളൊന്നും വേണ്ട, മംഗലാപുരം പോയി അവിടെ നിന്ന് പഠിച്ചവരാണ്. നമ്മളെ നാട്ടിലൊക്കെ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു വന്ന് അങ്ങനെയൊക്കെ. എന്തേന്നറിയോ? ഹോസ്റ്റലിൽ എത്തുമ്പോൾ പെൺകുട്ടികൾ എന്ത് ചെയ്യാണ്? കോലം മാറുന്നുണ്ട്. അള്ളാഹുവിനെ പേടിക്കണില്ല, അങ്ങനത്തെ വേണ്ട. നമ്മുടെ എറണാകുളത്ത് പോയിരുന്നു അല്ലേ മാഷെ? അപ്പം അവിടുത്തെ പ്രധാനപ്പെട്ട കോളേജുകളിൽ പഠിക്കുന്ന മക്കള് നമ്മുടെ കാഞ്ഞങ്ങാട്, പയ്യന്നൂര്, കണ്ണൂര്, കാസർഗോഡ് എന്നൊക്കെ വന്ന് പഠിക്കുന്ന പെൺകുട്ടികളാണ്. നല്ല പർദ്ദട്ടിട്ട് ഇവിടുന്ന് ട്രെയിൻ കയറി പോകും നമ്മുടെ മക്കൾ. അവിടത്തുകാരായ ഞാൻ അറിയുന്ന പ്രവർത്തകർ എറണാകുളത്തുള്ളവർ പറഞ്ഞു, ഉസ്താദേ, നല്ല അച്ചടക്കമുള്ള മക്കളായിട്ടാണ് ഇവർ വടക്കുന്ന് വരുന്നത്. പക്ഷെ ഇവിടെ വന്നിട്ട് വടക്കായി പോവാണ്. ഇവർ വരുമ്പോൾ ഈ മക്കള് പർദ്ദട്ടിട്ട് വന്നിട്ട് കോളേജിലെത്തിയാൽ പർദ്ദ ഊരിയിട്ട് രാത്രി നേരം എറണാകുളത്തെ കഫകളിൽ കയറാൻ ചെക്കന്മാരുടെ കൂടെ ബൈക്കിലും കാറിലും വിളിക്കുന്നവന്റെ കൂടെ നടക്കാൻ പോകുന്നത് മുസ്ലിം പെൺകുട്ടികൾ. എങ്ങനെ? മലബാറിൽ വരുന്ന മുസ്ലിം പെൺകുട്ടികളാണ്. നമ്മൾ അവർക്ക് വേണ്ടി ഒരു ഉദ്ബോധനം ചെയ്യണ്ടേ? ഞങ്ങളതിൽ വളരെ വെറൈഡാണ്, വളരെ വിഷമുണ്ട്. ആ കുട്ടികൾ പർദ്ദ മുഴുവൻ മാറ്റി വെച്ച് പിന്നെ ആ പർദ്ദയുടെ നാട്ടിലേക്ക് തിരിച്ച് ട്രെയിൻ കയറുമ്പോൾ ആ പർദ്ദ ഇടുന്നത്. അതുവരെ അവിടെ കയ്യിൽ പർദ്ദല്ല. ഈ നാട്ടില് മക്കളെ ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്ന വാപ്പാക്കറിയില്ല, ഇത് ഉമ്മാക്കറിയില്ല. ഉമ്മ എൻ്റെ മോള് വല്ലാത്ത മോളെ തഹജ്ജുദിന് എഴുന്നേൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. മോള് തഹജ്ജുദിന് എഴുന്നേൽക്കുന്നത് മോളെ ലവറിനെ വിളിക്കാനായിരിക്കും. അത് ഉമ്മാക്കറിയില്ല. റഖാബ, അല്ലാഹുവിനെ ഭയപ്പെടുന്ന മനസ്സില്ലെങ്കിൽ ഒരു കാര്യമില്ല. നമ്മുടെ കുട്ടികൾ ഇത് ചെയ്യാൻ ഭയങ്കര വിഷമമാണ്. നല്ല അച്ചടക്കമുള്ള കുട്ടികളെ അവിടെ എത്തിയിട്ട് ഇതൊക്കെ ഊരി എറിയാണ്. എന്നിട്ട് അവിടത്തുകാരെ അവരെ കൂടെ നാണിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ കുട്ടികൾ റോഡിലൂടെ നടക്കുന്ന കാഴ്ച എറണാകുളത്ത്. ഇവിടെ നീലേശ്വരത്തുള്ള വാപ്പത് അറിയണില്ല, കാഞ്ഞങ്ങാടിരിക്കണ വാപ്പത് അറിയണില്ല. പോലീസുകാരോ കണ്ടില്ലെങ്കിലും ഉമ്മ അല്ലാഹു കാണുന്നില്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഈ കുട്ടിയാണ് എൻ്റെ വീട്ടിലേക്ക് എൻ്റെ മോന് ഭാര്യയായിട്ട് വേണ്ടത്. പ്രിയപ്പെട്ട മകന് കല്യാണം ആലോചിച്ചു. ലോകത്തിന്റെ ഖലീഫ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ പെണ്ണിനെ കല്യാണം കഴിച്ചു. എന്തേ? കാരണം ഈ ഒരൊറ്റ വാക്കാണ്. അത് ഉമർ തങ്ങൾ കേൾക്കുന്നത് ഒരു ചുമരിലേക്ക് ചാരി നിൽക്കുമ്പോ, ക്ഷീണിച്ചവശരായി തളർന്നിരിക്കുമ്പോ ഒരു വീടിന്റെ ഉള്ളിൽ നിന്ന് കേൾക്കുന്ന ശബ്ദമാണ് ഉമർ തങ്ങളെ ധരിപ്പിച്ചത്. ആ പൊന്നുമോൾക്ക് ജനിച്ച കുട്ടിയാണ് ലോകം കണ്ട മഹാനായ രണ്ടാമത്തെ ഉമർ എന്ന് പറയുന്ന ഉമർ തങ്ങളുടെ പേരക്കുട്ടി മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ഈ കുട്ടിയാണ്. ഏത് കുട്ടി? പാലിൽ വെള്ളം ചേർക്കാൻ ഉമ്മ പറഞ്ഞപ്പോ വേണ്ട ഉമ്മ, പർദ്ദ വേണ്ട മോളെ, നീ ചെത്തിപ്പൊളിച്ച് നടക്ക്, നീ ടൈറ്റ് ജീൻസും ടീഷർട്ടും ഇട്ട് ഇറങ്ങ് എന്ന് പറഞ്ഞപ്പോ ഉമ്മ ശരീരം കാണുന്ന വസ്ത്രം ധരിക്കാൻ പാടില്ലല്ലോ ഉമ്മ, ശരീരം ഡിസ്ക്രൈബ് ചെയ്യുന്ന വസ്ത്രം ധരിക്കാൻ പാടില്ലല്ലോ ഉമ്മ, ട്രാൻസ്പാരന്റ് ആയ ക്ലോത്ത് ധരിക്കാൻ പാടില്ലല്ലോ ഉമ്മ എന്ന് ഉമ്മയെ തിരുത്തി കൊടുക്കുന്ന മക്കൾ. ഉമ്മാരാണ് ഇപ്പൊ വലിയ അഡിക്റ്റുകള്, സീരിയലിന്റെ ടിവിന്റെ ഒക്കെ.
മക്കളൊക്കെ ഉഷാറാന്ന് കേട്ടത്. ഉമ്മാന്റെ ടീമിന്റെ മുമ്പ് എഴുന്നേൽക്കുന്നില്ല. മഗ്‌രിബായി കഴിഞ്ഞാൽ ഉമ്മാന്റെ ഫേവറേറ്റ് സീരിയൽ ഉമ്മാനോട് വിളിക്കും വേണ്ട, ഫോൺ വിളിച്ചാൽ ഉമ്മ എടുക്കൂല. എന്തേ? ഉമ്മാന്റെ ഫേവറേറ്റ് പ്രോഗ്രാം നടക്കുന്ന സമയം 9 മണി വരെ. നമ്മുടെ നാട്ടിലൊക്കെ റാത്തീബുകളും ഹദ്ദാദ് റാത്തീബും ഖുർആനും മൗലിദ് പാരായണങ്ങളും ഒക്കെ നടന്നിരുന്ന ആ ഒരു നല്ല കാലം അതൊക്കെ ഇപ്പൊ ഉണ്ടോ? എന്താ അവസ്ഥ? സുബ്ഹാനല്ലാഹ്. അർറഖാബ അല്ലാഹു കാണുന്നുണ്ടല്ലോ, അല്ലാഹു കാണുന്നുണ്ടല്ലോ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മദീനയിലൂടെ തന്നെ നടക്കുമ്പോ ഒരു പെണ്ണ് ഇങ്ങനെ വീടിന്റെ ഉള്ളിൽ നിന്ന് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. തതാവല ഹാദൽ ലൈലു തതാവല ഹാദൽ ലൈലു വസുവറ ജാനിബു വഅറാഖനി അല്ലാ ഹബീബുൻ ഉലാഇബു തതാവല ഹാദൽ ലൈലു വസുവറ ജാനിബു. രാത്രി ഇരുൾമുട്ടി വീണിരിക്കുകയാണ്. ഭർത്താവ് വീട്ടിലില്ലാത്തൊരു പെണ്ണിങ്ങനെ പാടുന്നു. ഇരുൾമുറ്റി വീണിരിക്കുന്നു, ആകെ ഇരുട്ടാണ്. കൂടെ കളിക്കാൻ ഒരു കൂട്ടുകാരനില്ലാത്ത വിഷമം, എനിക്ക് ഉറക്കം വരുത്താതെ, എനിക്ക് ഉറക്കം തരാതെ എന്നെ അലോസരപ്പെടുത്തുന്നുള്ളൊരു കൂട്ടുകളിക്കാരൻ കൂടെയില്ലല്ലോ എന്ന്. എന്റെ കൂടെയില്ലാതെ ഒരു യുദ്ധത്തിന് പോയ ഭർത്താവിന്റെ ഭാര്യയാണിത്. ഭർത്താവ് യുദ്ധത്തിന് പോയതാണ്. ഫവല്ലാഹി ലൗലല്ലാഹു ലാ റബ്ബ ഗൈറഹു ലഹറാക മിൻ ഹാദാ അസ്സരീരി ജവാനിബു. അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലൗലല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചുള്ള പേടിയില്ലായിരുന്നുവെങ്കിൽ ലഹറാക മിൻ ഹാദാ അസ്സരീരി ജവാനിബു, ഈ കട്ടിലിൽ നിന്ന് ഈ ശരീരത്തിന്റെ പാർശ്വഭാഗങ്ങൾ എഴുന്നേറ്റേനെ. അള്ളാഹുവിനെ പേടിയുള്ളത് കൊണ്ടാണ് ഞാൻ ഒരാളെയും ഇങ്ങോട്ട് വിളിക്കാത്തത്. അള്ളാഹുവിനെ പേടിക്കുന്നത് കൊണ്ടാണ് ഒരുത്തന്റെ കൂടെയും ഞാൻ ഇറങ്ങി ഓടാത്തത്. അള്ളാഹുവിനെ പേടിക്കുന്നത് കൊണ്ടാണ് ഞാൻ അടങ്ങിയിരിക്കുന്നത്. ഫവല്ലാഹി ലൗലല്ലാഹു ലാ റബ്ബ ഗൈറുഹു, അല്ലാഹു അല്ലാത്ത റബ്ബില്ലല്ലോ, അവൻ എന്നെ കാണുന്നുണ്ടല്ലോ. ആ റബ്ബില്ലായിരുന്നെങ്കിൽ ലഹറാക മിൻ ഹാദാ അസ്സരീരി ജവാനിബു, ഞാൻ ഇവിടുന്ന് ഓടി എന്തെങ്കിലും തിന്മ ഞാൻ ചെയ്തു കൂട്ടിയേനെ. ദീർഘകാലം ഗൾഫിലോ വിദേശങ്ങളിലോ നിൽക്കുന്ന ഒരു ഭർത്താവ്, മനോഹരമായൊരു വീടാണ് സ്വപ്നം, കുഞ്ഞിനെ കെട്ടിക്കലാണ് പ്രശ്നം, കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് പ്രശ്നം. അങ്ങനെ ജീവിതത്തിന്റെ കയ്പ് നീരുകൾ അനുഭവിക്കുന്ന ഒരവസരത്തിൽ വിട്ടു നിൽക്കേണ്ടി വന്ന ഭർത്താവ് തിരിച്ചു വരുന്നത് വരേക്കും തന്റെ ശരീരം അള്ളാഹുവിനെ വിചാരിച്ച് സൂക്ഷിക്കുന്ന പങ്കന്മാരെ, അള്ളാഹുവിനെ വിചാരിച്ച് സൂക്ഷിക്കുന്ന ഭാര്യമാർ, അള്ളാഹുവിനെ വിചാരിച്ച് തടി സൂക്ഷിക്കുന്ന സഹോദരിമാരെ, നിങ്ങളുടെ മാതൃക സ്വഹാബിയത്തുകളാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഈ വാക്ക് കേട്ടപ്പോ അല്ലാഹുവേ, നിന്നെ ഭയപ്പെടുന്നവർ എന്റെ നാട്ടിലുണ്ടല്ലോ, അൽഹംദുലില്ലാഹ്. കണ്ണുകൾ നനഞ്ഞുപോയി ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ. ഇങ്ങനത്തെവരാണ് നമുക്ക് ആവശ്യം. റഖാബ, അല്ലാഹു കാണുന്നുണ്ടല്ലോ, അല്ലാഹു കാണുന്നുണ്ടല്ലോ. ഒരാറാബിയായ പെണ്ണ് ഒരാളുടെ കൂടെ കൂടിയപ്പോ യുറാബിദുഹാ റജുലുൻ അലാ നഫ്സിഹാ, അറാബിയത്തായ പെണ്ണിനെ മറ്റൊരാൾ പ്രലോഭിപ്പിക്കാൻ വേണ്ടി വന്നു. പ്രലോഭനം ഇന്നത് മെസ്സേജിലൂടെയാണ്, വീഡിയോയിലൂടെയാണ്, വാട്സാപ്പിലൂടെയാണ്, ഫേസ്ബുക്കിലൂടെയാണ് പ്രലോഭനങ്ങൾ. പ്രലോഭനം. ഒരു അറാബിയത്തായ പെണ്ണിനെ ഒരു ചെറുപ്പക്കാരൻ പ്രലോഭിപ്പിച്ചപ്പോൾ മഹാനായ അല്ലാമ ഇബ്നു റജബ് റളിയല്ലാഹു അൻഹു, ഇബ്നു റജബ് അൽ ഹംബലി അവരുടെ പ്രസിദ്ധമായ കിതാബിൽ ഇത് രേഖപ്പെടുത്തി. രാത്രി നേരത്തെ വഴിയിൽ അവളെ പിടിച്ചു വെച്ചിട്ട് അവൻ പറഞ്ഞു, മാ യറാനാ അഹദുൻ ഇല്ലൽ ഖവാകിബു, ഈ നക്ഷത്രങ്ങളല്ലാതെ ആരും എന്നെയും നിന്നെയും കാണാൻ പോകുന്നില്ല, നമ്മൾ ആരും കാണൂല ഈ നക്ഷത്രങ്ങളല്ലാതെ. മാ യറാനാ അഹദുൻ, അതുകൊണ്ട് തിന്മയിലേക്ക് വാ, വ്യഭിചാരത്തിലേക്ക് വരണമെന്ന് ഈ പെണ്ണിനെ പ്രലോഭിപ്പിച്ചുകൊണ്ട് പറഞ്ഞ വാക്കെന്താ? അപ്പ അറിയില്ല, കുടുംബം അറിയില്ല, നിന്റെ ആങ്ങളമാരറിയില്ല, ഭർത്താവ് അറിയില്ല, ഇതാ ഈ നക്ഷത്രങ്ങളല്ലാതെ ആരും കാണില്ല. ആ നേരത്ത് തന്റെ ഇടമുള്ള അല്ലാഹുവിനെ ഭയപ്പെടുന്ന പെണ്ണ് കൊടുത്ത മറുപടി, നമ്മുടെ പെൺകുട്ടികളെ മനസ്സിലാക്കണം.
ആൺകുട്ടികളും മനസ്സിലാക്കണം. നക്ഷത്രങ്ങളല്ലാതെ കവാകിബ്, നക്ഷത്രത്തിന് കവാകിബ് എന്നും പറയും, നുജൂം എന്ന് പറയും, കവാകിബ് എന്ന് പറയും. കവാകിബ് അല്ലാതെ കാണില്ല എന്ന് പറഞ്ഞപ്പോ ഫഅൈന മുകൗകിബുഹാ യാ റജുലു, ഈ കവാകിബുകളെ കവാകിബുകളാക്കിയവൻ എവിടെ? നക്ഷത്രങ്ങളെ പടച്ചവൻ എവിടെ? അവൻ കാണൂലേ? അയ്നല്ലാഹു യാ റജുൽ, അല്ലാഹു എവിടെ മോനെ? ചെറുപ്പക്കാരാ, നീ അല്ലാഹുവിനെ പറ്റി മനസ്സിലാക്കിയില്ലേ? അല്ലാഹു ഇല്ലേ? പടച്ചവൻ കാണുന്നില്ലേ? വീട്ടിൽ ഉമ്മല്ല, വാപ്പയില്ല, ജ്യേഷ്ഠയില്ല, അനിയനില്ല, അതല്ല വിഷയം. അല്ലാഹു കൂടെ ഇല്ലേ? അല്ലാഹു കൂടെ ഇല്ലേ എന്ന് ചോദിച്ചു ആ അറാബിയത്തായ പെണ്ണ്. ആ സമയത്താണ് അല്ലാഹുവിലേക്ക് ഞാൻ തൗബ ചെയ്ത് മടങ്ങട്ടെ എന്ന് പറഞ്ഞ് തുബ്തു ഇലല്ലാഹ്, തൗബ ചെയ്ത് മടങ്ങി നല്ലവനായി ജീവിക്കാൻ ആ ചെറുപ്പക്കാരനെ പാഠം പഠിപ്പിച്ചത് അല്ലാഹുവിനെ ഭയപ്പെട്ട ഒരു പെൺകുട്ടിയുടെ വാക്കാണ്. അല്ലാഹുവിനെ സൂക്ഷിക്കണ്ടയോ? ശരീരത്തിൽ തൊട്ടുകളിക്കുന്നത്, പറഞ്ഞ് സംസാരിക്കുന്നത്, കേൾക്കുന്നത് എല്ലാം കുറ്റകരമല്ലേ? നക്ഷത്രങ്ങളെ കാണുമെങ്കിൽ ആ നക്ഷത്രങ്ങളെ പടച്ചവൻ കാണുന്നില്ലേ എന്നൊരു ചോദ്യമാണ് ഈ ചെറുപ്പക്കാരന് അല്ലാഹുവിലേക്ക് മടക്കുന്നത്. നൂഹ് ഇബ്നു മറിയം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. നൂഹ് ഇബ്നു മറിയം, മറിയമിന്റെ പുത്രൻ നൂഹ് റളിയല്ലാഹു അൻഹു, മഹാനായ ഒരു പിതാവ്. അദ്ദേഹം ഒരുപാട് സമ്പത്തുള്ള ആളാണ്, വലിയ മുതലാളിയാണ്. ഒരുപാട് സമ്പത്ത് അല്ലാഹു കൊടുത്തു. നല്ല ദീനുണ്ട്, ദീനും സമ്പത്തുണ്ടായാൽ മാഷാ അല്ലാഹ് നിഅമൽ മാലു സ്വാലിഹ് ഇൻദ റജുലി സ്വാലിഹ്, സ്വാലിഹായ ഒരു മനുഷ്യന്റെ കയ്യിൽ സ്വാലിഹായ ഹലാലായ പൈസ നല്ലതന്നെ. എന്തേ? അയാളത് ഹറാമിലേക്ക് ഉപയോഗിക്കൂലല്ലോ. അതുകൊണ്ടാണ് സ്വതക്ക ചെയ്യും, ആളുകളെ സഹായിക്കും, കുഴപ്പമില്ല. അങ്ങനത്തെ പ്രഗത്ഭനായ ഒരു മുതലാളിയും അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളുമാണ് മഹാനായ നൂഹ് ഇബ്നു മറിയം. അദ്ദേഹത്തിന് ഈത്തപ്പന തോട്ടങ്ങളുണ്ട്, മുന്തിരിത്തോട്ടങ്ങളുണ്ട്. ആ മുന്തിരിത്തോട്ടങ്ങളിൽ അദ്ദേഹത്തിന് വേല ചെയ്യുന്ന അടിമക്കാരനാണ്, പേര് മുബാറക് എന്ന പേര്. ആ തോട്ടം നോക്കി നടത്തല മുബാറക്കിന്റെ ജോലി. നമ്മുടെ ഒരു കട ഷോപ്പ് ഒരാളെ ഏൽപ്പിച്ചു പോകുന്നു. മുതലാളി നാട്ടിലൂടെ നീലേശ്വരത്ത് കോട്ടപ്പുറത്ത് ഇരിക്കുന്നുണ്ട്, മനസ്സ് മുഴുവൻ ദുബൈയില. കുറച്ചോനെ പൈസ പൊക്കുന്നുണ്ടാവുമോ? കമ്പനി അവിടെ ഇട്ട് പോകുന്നിരിക്കുക, ഒരു സമാധാനം. ഇടക്കിടക്കൊന്ന് പോയി നോക്കാൻ അവരെന്തെങ്കിലുമൊക്കെ ചെയ്തേക്കും, അതുകൊണ്ട് പോയി നോക്കാൻ ധൈര്യമില്ല. മുബാറക് എന്ന് പറയുന്ന ആ കൂട്ടുകാരൻ അടിമയാണ്, റഖീഖുൻ, അടിമയാണ്. ആ ചെറുപ്പക്കാരനെ തോട്ടം ഏൽപ്പിച്ചിരിക്കുന്നു നൂഹ് ഇബ്നു മറിയം. തോട്ടത്തിലേക്ക് പോകാറേ ഇല്ല മുതലാളി. മുബാറക് ഉഷാറാണ്, മുബാറക്കിനെ ഏൽപ്പിച്ച പിന്നെ എന്ത് ചെയ്യില്ല, വഞ്ചിക്കൂല. സുബ്ഹാനല്ലാഹ്, അങ്ങനത്തെവരാണ് നമുക്ക് വേണ്ടത്. പരിചയമുള്ള ഒരാള് ഖത്തറിൽ, അദ്ദേഹം വളരെ സങ്കടം പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഷോപ്പില് നല്ലൊരാളെ ജോലിക്ക് നിർത്തിയിരുന്നു. രാത്രി തഹജ്ജുദ് പോലും നിസ്കരിക്കുന്ന ആളാണ് ചെറുപ്പക്കാരൻ. അൽഹംദുലില്ലാഹ്. എന്തേ കഥ എന്ന് ചോദിച്ചു. ഒന്നുമില്ല, 10 കൊല്ലം കഴിഞ്ഞു. പിന്നെ മനസ്സിലാവുന്നത് ഓരോ ദിവസവും 250 റിയാൽ വെച്ച് അടിച്ചു മാറ്റുന്നുണ്ട്. ഒരു ദിവസം 250. നിസ്കാരം ജമാഅത്തിന് പള്ളിക്ക ഓടുന്ന ഓട്ടം കണ്ടപ്പോൾ ചിന്തിച്ചില്ല, പഠിച്ചോനെ വയ്യാതി വഞ്ചന ചെയ്യുന്നു. അങ്ങനെ നോക്കുമ്പോൾ നാട്ടിലോ സ്ഥലം വാങ്ങിയിട്ടുണ്ട്, എല്ലാ സംവിധാനം ആക്കിയിട്ടുണ്ട്. മുതലാളി പഴയ വിട്ട് തന്നെയാണ് എപ്പോഴും. ചെന്ന് നോക്കി 10 കൊല്ലം കഴിഞ്ഞ് കണക്കെടുത്ത് നോക്കുമ്പോഴാണ് ഈ അമളി പറ്റിയത് മനസ്സിലാവുന്നത്. പൈസന്റെ വിഷയത്തിൽ വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. അറിഞ്ഞു എന്ന് കാണുമ്പോൾ ഒരു വിഷമം വരുമല്ലോ. അപ്പോൾ നിങ്ങളിത് പരസ്യമാക്കരുത്. അതുകൊണ്ട് ഞാൻ ഇതാരാന്ന് നിങ്ങൾക്ക് അറിയില്ല. 10 കൊല്ലമായിട്ട് ഗൾഫിൽ നിൽക്കുന്ന എത്ര ആൾക്കാരുണ്ട്? ലക്ഷക്കണക്കിന് ആൾക്കാരില്ല. ഇതാരാ നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരില്ല. അപ്പോൾ ആ ചെറുപ്പക്കാരൻ വിഷയം പറഞ്ഞു, എന്ത് നിങ്ങളിത് ഫ്ലാഷ് ആക്കിയാൽ ഞാൻ തൂങ്ങി മരിക്കും, ആൾക്കാരെ അറിയിച്ചാൽ ഞാൻ. മുതലാളി നല്ല മനുഷ്യനാണ്, അത് പറഞ്ഞു, ഈ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കോ, ഈ എടുത്തത് എനിക്ക് വേണ്ട, ഇനി എടുക്കാൻ ഞാൻ വരും. എന്നിട്ട് അയാൾ എപ്പോഴും നിർത്തിയിരിക്കുകയാണ് ജോലിയിൽ. ഇതാരും അറിയില്ല, തൊട്ടടുത്ത ഷോപ്പുകാർ വരെ അറിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ആരും അറിയിച്ചിട്ടില്ല. നല്ല മനുഷ്യനാ മുതലാളി, പറഞ്ഞു കൊടുത്തില്ല, ആരോടും പറഞ്ഞിട്ടില്ല. ഇവന് പറഞ്ഞു, നീ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കോ. ഹലാലല്ലാത്ത പൈസ കൊണ്ട് തിന്നു കഴിഞ്ഞാൽ പിന്നെ ആ തടിയിൽ അള്ളാഹു അസുഖം കൊണ്ട് പരീക്ഷിക്കും. അള്ളാഹു സമ്പത്തിൽ പരീക്ഷണം തരും, ദീനിൽ പരീക്ഷണം തരും, ഈമാനിൽ പരീക്ഷണം തരും. നന്നായിക്കോ എന്ന് പറഞ്ഞു. ഞാൻ ഒഴിവാക്കിയിട്ടില്ല, അയാളെ തന്നെയാണ് ഇപ്പോഴും നിർത്തിയത്. ഞാൻ നോക്കുകയാണ് എന്തായിരിക്കും അള്ളാഹിന്റെ തീരുമാനം. സുബ്ഹാനല്ലാഹ്. മുബാറക് അങ്ങനെയല്ല. ഈ മുബാറക്
നൂഹ് ഇബ്നു മറിയം തങ്ങളുടെ മുബാറക്ക് സത്യസന്ധനാണ്. തോട്ടത്തിലേക്ക് പോയി നോക്കിയിട്ട് പോലുമില്ല. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് മഹാനായ നൂഹ് എന്നവരെ, നൂഹ് നബി അല്ല കേട്ടോ, താബിഈങ്ങളുടെ കാലശേഷം വന്ന ഒരു മഹാൻ, താബിഈകളിൽ വന്നവർ തോട്ടത്തിൽ ചെന്ന് മുബാറക്കിനെ വിളിച്ചിട്ട് പറഞ്ഞു, മുബാറക്കേ ഒരു മുന്തിരിയുടെ ഒരു ബഞ്ച് ഓഫ് ഗ്രേപ്സ്, അല്ലെ, മുന്തിരിയുടെ ഒരു കൊല കൊണ്ടുവന്നു. കടിച്ചു നോക്കുമ്പോൾ ഭയങ്കര പുളി. പറഞ്ഞു, ഇത് ഭയങ്കര പുളിയാണല്ലോ മോനെ, നീ വേറൊന്ന് കൊണ്ടുവന്നു. അങ്ങനെ രണ്ടാമത് കൊണ്ടുവന്നു, അതും പുളി. മൂന്നാമത് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു മുബാറക്കേ, ഇതിൽ പുളിയുള്ളതും മധുരമുള്ളതിനൊക്കെ അറിയില്ലേ എന്ന് ചോദിച്ചു. പറഞ്ഞു, എൻ്റെ യജമാനരെ, നിങ്ങൾ എന്നെ ഈ തോട്ടം നോക്കാനല്ലേ ഏൽപ്പിച്ചത്, ഇത് തിന്നു നോക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ എന്നെ ഏൽപ്പിച്ച ആ നാൾ മുതൽ ഇതിൽ ഒരു മുന്തിരി പോലും ഞാൻ ചവച്ചു നോക്കിയിട്ടില്ല. എനിക്കറിയില്ല അതിൻ്റെ രുചി എന്താണ്, ഏതാണ് പുളി, ഏതാണ് മധുരം. നിങ്ങൾ എനിക്ക് ആ സമ്മതം തന്നിട്ടില്ലല്ലോ. വിശക്കാണെങ്കിൽ മുബാറക്കെ നീ എടുത്ത് തിന്നോളൂ എന്നൊരു വാക്ക് നിങ്ങൾ പറഞ്ഞില്ലായിരുന്നു. ഞാൻ അതുകൊണ്ട് വിശന്ന് നിന്നിട്ടുണ്ട്, പക്ഷേ നിങ്ങളുടെ മുന്തിരി ഞാൻ തിന്നിട്ടില്ല. ഈ തോട്ടത്തിൽ നിന്ന് ഈ വർഷങ്ങളായി ഞാൻ തൊട്ടിട്ടില്ല എന്ന് പറഞ്ഞു. യാ അല്ലാഹ്, മനസ്സിങ്ങനെ പിടക്കാണ്. പടച്ചവനെ, ഇത്ര സത്യസന്ധതയുള്ള ചെറുപ്പക്കാരുണ്ടോ? അങ്ങനെ അവന്റെ കൂടെ അങ്ങനെ ഇരുന്നിട്ട് പറഞ്ഞു, മുബാറക്, എന്റെ കുട്ടിക്ക് ഞാൻ കല്യാണം ആലോചിക്കുന്നുണ്ട്. എന്റെ നല്ലൊരു മോളുണ്ട്, വളരെ സൗന്ദര്യമുള്ള കുട്ടിയാണ്. ഒരുപാട് ആളുകൾ, മുതലാളിമാർ ആ കുഞ്ഞിനെ കല്യാണം കഴിക്കാൻ വേണ്ടി വിവാഹം ആലോചിച്ചിട്ടുണ്ട്. അപ്പോ ആ കുട്ടിയെ ഞാൻ നിനക്ക് കല്യാണം കഴിച്ചു തരട്ടെ എന്ന് ചോദിച്ചു. മുബാറക് പറഞ്ഞു, ഇസ്ലാമിന്റെ മുമ്പ് ജാഹിലിയ്യ കാലത്ത് കല്യാണം കഴിക്കുമ്പോ തറവാടായിരുന്നു നോക്കിയിരുന്നത്. നല്ല തറവാടാണോ, ഇനി എന്ത് കള്ളുടിയാനായാലും കുഴപ്പമില്ല, തറവാട്ട് കെട്ടിച്ചു കൊടുക്കാം. ഇതായിരുന്നു ഇസ്ലാമിന്റെ മുമ്പ്. ജൂതന്മാരെ കല്യാണം കഴിച്ചു കൊടുത്തത് പൈസ കിട്ടാനായിരുന്നു. പൈസയ്ക്ക് വേണ്ടി കല്യാണം കഴിക്കാം. പടച്ചോനെ, നമ്മളീ വാങ്ങിക്കൂട്ടുന്ന സ്ത്രീധനൊക്കെ എന്താണാവോ, അല്ലാഹു അലം. ജൂതന്മാരെ കൊലത്തൊക്കെ ആയോ? ജൂതന്മാർ കല്യാണം കഴിക്കുന്നത് ആ പെണ്ണിനെ കല്യാണം കഴിച്ച് പണം ഉണ്ടാവാൻ. ക്രിസ്ത്യാനികൾ കല്യാണം കഴിച്ചിരുന്നത് സൗന്ദര്യം മാത്രം നോക്കിയിട്ടാണ്. അവർക്ക് പൈസ വിഷയമല്ല, തറവാട് വിഷയമല്ല, സൗന്ദര്യം മാത്രം. ഇങ്ങനെയാണ് ഇസ്ലാമിന്റെ മുമ്പ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലമായപ്പോൾ നല്ല സ്വഭാവവും നല്ല ദീനീ ബോധവും നോക്കിയിട്ടാണ് പിന്നെ കല്യാണം. മുബാറക് എന്നവരെ, നബി തങ്ങളുടെ കാലം കഴിഞ്ഞ് നമ്മുടെ കാലമായപ്പോൾ നമ്മൾ കല്യാണം കഴിപ്പിക്കുന്നത് സമ്പത്തിന് വേണ്ടിയിട്ടും കീർത്തിക്ക് വേണ്ടിയിട്ടും പെരുമ കിട്ടാൻ. ജാഹ്. എന്റെ മക്കൾക്ക് എത്ര കൊടുത്തെന്നറിയോ? 200 പവൻ. പവൻ എത്ര വില എന്നറിയോ? 25,000. അങ്ങനെ 200 കൊടുത്തു. ഞാൻ ആലോചിച്ച് നോക്കി, ഇതിന്റെ അടുത്ത് എത്ര പൈസ ഉണ്ട്. ഇതാണ് കല്യാണം കഴിക്കുന്നതിന്, കഴിപ്പിച്ചു കൊടുക്കുന്നതിന്റെ ലക്ഷ്യം എന്നേ പറഞ്ഞെന്നറിയോ? ഇവിടുന്ന് ഒരു 1200 കൊല്ലം മുമ്പത്തെ കഥയാണ് ഞാൻ പറയേണ്ടത്. അന്ന് തുടങ്ങി വെച്ചു. എന്റെ ബാക്കി തന്നെയാണ് ഇപ്പൊ നടക്കുന്നത്. മുബാറക് എന്നവര് പറഞ്ഞു കൊടുക്കുന്നു, ഒരാൾ ആരെ സ്നേഹിക്കുന്നു അവരോടൊപ്പമാണല്ലോ. ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെ സ്വഭാവം ആരെങ്കിലും സ്വീകരിച്ചാൽ അവൻ അവരിൽപ്പെട്ട ആളാണ്. അപ്പൊ പൈസക്ക് വേണ്ടി കല്യാണം കഴിച്ചാൽ അവൻ ജൂതനെ പോലെ വെറും ചൊർക്ക് മാത്രമേ നോക്കുന്നുള്ളൂ. മൊഞ്ചുണ്ടോ? എന്നാ പിന്നെ ക്രിസ്ത്യാനിയെ പോലെ തറവാട് മാത്രം നോക്കിയുള്ള കല്യാണങ്ങൾ ഇസ്ലാമിന്റെ മുമ്പ് ജാഹിലിയ്യ പോലെ. എന്നാൽ സൽസ്വഭാവവും ദീനും നോക്കിയുള്ള കല്യാണം, അതാണ് ഇസ്ലാമിന്റെ രീതി. നിങ്ങൾ ഏത് വേണമെങ്കിലും ചെയ്തോളൂ. നിങ്ങൾ ഏത് ചെയ്യുന്നുവോ, നിങ്ങൾ ആരനുകരിക്കുന്നുവോ, നിങ്ങൾ അവരോടൊപ്പമാണ് എന്ന ഒരൊറ്റ വാക്ക് മുബാറക് എന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് സംഗതി. ഞാനൊരു അടിമയാണ്, എനിക്ക് പൈസ ഇല്ല, എനിക്ക് തറവാടില്ല, ഒന്നുമില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ഇസ്ലാമിന്റെ മുമ്പും ശേഷമൊക്കെ നടന്നിട്ടുള്ളത്. നിങ്ങൾ വേണ്ടത് ചെയ്തു എന്ന് പറഞ്ഞു. എന്തോ ഒരു നല്ല ഉപദേശം, എന്തോ ഒരു നല്ല സാരോപദേശം. ആ ദിവസം ആലോചിച്ചു, നൂഹ് ഇബ്നു മറിയം എന്നവർ ആലോചിച്ചു, ഈ മുബാറക്കിനേക്കാളും ഖൈറായ ഒരാൾ
ഹുർറുൻ ലിവജ്ഹില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി മുബാറക്കെ നിങ്ങളെ ഞാൻ സ്വതന്ത്രനാക്കിയിരിക്കുന്നു. സ്വാതന്ത്ര്യം കഫീലിൽ നിന്ന് എന്താ പറയാ, നമ്മള് വിസ കഴിഞ്ഞിന് റിലീസ് കിട്ടുന്ന പോലെയല്ല ഈ അടിമത്തിന് മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മൃഗത്തിൽ നിന്ന് മനുഷ്യരിലേക്കുള്ള മാറ്റം എന്നതിന്റെ അർത്ഥം. കാരണം കച്ചവട ചന്തയിൽ കന്നുകാലിൽ വിൽക്കണ പോലെ വിൽക്കപ്പെടുന്ന സാധനങ്ങളാ അന്ന് അടിമകൾ. നിന്നെ ഞാൻ സ്വതന്ത്രനാക്കി എന്ന് പറഞ്ഞു. വിസ കിട്ടിയെന്നല്ല അതിന്റെ അർത്ഥം. അതിലും വലുതാണ്, ജീവിതം കിട്ടിയതിന് തുല്യാണത്. നിന്നെ ഞാൻ സ്വതന്ത്രനാക്കി. എന്നിട്ട് പറഞ്ഞു മുബാറകേ ലഖദ് ഖലബതു നദറ, ഞാൻ ഒരുപാട് ആലോചിച്ചു നോക്കി. ഫറഅയ്തു അന്നക ഖൈറു മൻ യതസവ്വജു ബിഹാദിഹിൽ ബിൻതി, എൻ്റെ മോളെ കല്യാണം കഴിക്കാൻ നിങ്ങളെക്കാളും യോഗ്യനായ ഒരാളെ ഞാൻ കാണുന്നില്ല മുബാറകേ. അതുകൊണ്ട് എൻ്റെ മോള് നിങ്ങൾക്ക് വലിയ മുതലാളിയാണ്. മോളോട് ചെന്ന് പറഞ്ഞു, മോളെ ഞാൻ ഒരുപാട് നോക്കി, എനിക്ക് തോന്നുന്നത് നിന്നെ കല്യാണം കഴിക്കാൻ യോഗ്യൻ മുബാറക്കാണ്. ഞാൻ ആലോചിക്കല്ലേ. മോള് ചോദിച്ചു, മുബാറക്ക് എന്നെ കഴിക്കുന്നത്, കല്യാണം കഴിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഞാൻ ബാപ്പ പറഞ്ഞു എനിക്ക് ഇഷ്ടമായി മോളെ. മോളുടെ മറുപടി ഞാൻ ഇഷ്ടപ്പെടുന്നു മുറാഖബതൻ ലില്ലദീ ലാ യഖ്ഫാ അലൈഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ, ആകാശങ്ങളിലോ ഭൂമിയിലോ ഒന്നുമേ മറഞ്ഞു പോവാത്ത ലോകരക്ഷിതാവായ അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന ഒരാൾ, അയാളാണ് എന്നെ കല്യാണം കഴിക്കുന്നതെങ്കിൽ ഉപ്പ എനിക്കും അത് തന്നെയാണ് പൊരുത്തം, ഞാൻ ഉപ്പയോടൊപ്പമാണെന്ന് മോള്. നേരെ മറിച്ചാ വാപ്പ നല്ല പുതിയാപ്പെണ്ണ ആലോചിച്ച് വരിക. ഉസ്താദുമാരുടെ നാട്ടിലെ മഹല്ല് കമ്മിറ്റിക്കാരോടൊക്കെ ചോദിച്ച നാടൊക്കെ പോയി അന്വേഷിച്ച് കല്യാണക്കണ ലെവലായി വരുമ്പോ മോള് പറയാ, പിന്നെ എനിക്കൊരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നു, അപ്പൊ എന്നെ കെട്ടിക്കണ്ട ഞാൻ ചാടിപ്പോരും. ചിലര് പറയും, ചിലര് കല്യാണത്തിന്റെ തലേന്ന് ചാടിപ്പോവും. എന്തോ ഒരു കാലം പോയപ്പോക്കെ റോട്ടിൽ നിന്ന് കണ്ടപ്പോ ചിരിച്ചതാ. അപ്പൊ തുടങ്ങിയ സ്നേഹമാണ്. പിന്നെ ഓൻ തന്നെ മദീനോട് തീരുമാനിച്ചു. ജാതി മതം പ്രശ്നമല്ല. പിഞ്ചു കുഞ്ഞായി ഭൂമിയിലേക്ക് പിറന്നു വീണ അന്ന്, പിഞ്ചു പൈതലായി ചോരക്കുഞ്ഞായി കൈകൾ കിടന്ന അന്ന്, നെഞ്ചോട് ചേർത്ത് വെച്ച് അമ്മിഞ്ഞ പാല് കൊടുത്ത് എമ്പാടും പുഞ്ചിരിയും സ്നേഹം കൊടുത്ത ഉമ്മയെ മറന്നുപോയപ്പോഴേക്കും മദ്രസയുടെയും സ്കൂളിന്റെയും കോളേജിന്റെയും കവാടങ്ങളിലേക്ക് കൈപിടിച്ച് ഭീമമായ സംഖ്യ ഫീസ് കൊടുത്ത് സഞ്ചരിക്കാനുള്ള വാഹന സൗകര്യം ചെയ്തു കൊടുത്ത്, ഇഷ്ടമുള്ള വസ്ത്രം വാങ്ങിച്ചു കൊടുത്ത്, വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട വാപ്പ 18-20 വർഷത്തോളം കൊടുത്ത സ്നേഹം അവള് മറന്നുപോയി. തെരുവിലെങ്ങാനും ഏതോ ഒരു ചെറുപ്പക്കാരനായി ലവ് യു എന്ന് പറഞ്ഞപ്പോഴേക്കും അവള് വീണുപോയി. മോളെ, ഇത് അല്ലാഹു പൊറുക്കുമോ? ഇത് അല്ലാഹു പൊറുക്കുമോ? നിന്റെ ജീവിതത്തിന്റെ കാരണക്കാർ, നിനക്ക് ജീവൻ നിലനിൽക്കാൻ കാരണമായവർ, നിന്നെ പോറ്റി വളർത്തിയവർ, നിന്റെ ഉമ്മ സ്നേഹിക്കുന്ന പോലെ ലോകത്താർക്കാണ് മോളെ നിന്നെ സ്നേഹിക്കാൻ പറ്റുക? പൊന്നുമോനെ, നിന്റെ ഉമ്മയും അപ്പയും നിനക്കൊരു പെണ്ണിനെ കണ്ടുവെക്കുമ്പോഴേക്കും നീ കണ്ടവരുടെ പുറകിൽ പോയി ചാടിച്ചിറക്കി കൊണ്ടുവരുന്ന പൊന്നുമോനെ മനസ്സിലാക്ക്. നീ ഒന്ന് വളർന്ന് വലുതായി, നിന്റെ കൈകാലുകളൊന്ന് എല്ലുകളൊക്കെ ഒന്ന് ഉറപ്പായി, ഒരു അസുഖം വരുമ്പോഴേക്കും ഡോക്ടറടുത്തേക്ക് ഓടുകയായി, ഹോസ്പിറ്റലിൽ കിടക്കുകയായി, നല്ല ഭക്ഷണം, നല്ലത് കഴിക്കണം, നല്ലത് കൊടുക്കണം, ഇങ്ങനെ പോറ്റി വളർത്തിയ പൊന്നുമ്മയും പൊന്നുവാപ്പയും ഒരു കാര്യം നിനക്ക് തെരഞ്ഞു പിടിച്ച് നിന്റെ ആഖിറത്തിനും നിന്റെ നന്മക്കും നിന്റെ മുൻപോട്ടുള്ള ജീവിതത്തിനും ഹൈറായ ഒരു ബന്ധം കൊണ്ടുവരുമ്പോ ഉമ്മയോട് വാപ്പയോട് എനിക്കത് വേണ്ട എന്ന് പറയുന്ന ചെറുപ്പക്കാരാ, ഉമ്മയോട് വാപ്പയോട് എനിക്ക് അയാളെ വേണ്ട എന്ന് പറഞ്ഞോടുന്ന പെൺകുട്ടി എത്ര വലിയ നന്ദികേടാണ് ചെയ്യുന്നത്, എത്ര വലിയ നന്ദികേട്. അല്ലാഹു പൊറുക്കുമോ? മല്ലം യശ്കുരിന്നാസ ലം യശ്കുരില്ലാഹ്. മനുഷ്യരോട് നന്ദി ചെയ്യാത്തവർ അല്ലാഹുവിനോട് നന്ദി ചെയ്തിട്ടില്ല. മനുഷ്യരിൽ നന്ദി ചെയ്യപ്പെടാൻ ഏറ്റവും അർഹർ അവനവന്റെ ഉമ്മയും അപ്പയുമല്ലോ. അവരോട് നന്ദി ചെയ്യാത്ത മനുഷ്യന് ആർക്കാണ് അവരെ വേണ്ടത്? അല്ലാഹുവിന് വേണോ? അല്ലാഹുവിന്റെ മലക്കുകൾക്ക് വേണോ? അങ്ങനെ കണ്ടവന്റെ കൂടെ കറങ്ങി തിരിച്ച് കാലങ്ങളോളം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ അവള് തിരിച്ചറിയുന്നുണ്ട്, പറ്റില്ല, വേണ്ടായിരുന്നു, വേണ്ടായിരുന്നു. എന്റെ ഉപ്പ അന്ന് എനിക്ക് കണ്ടുവച്ചൊരു പുതിയാപ്പിള എത്ര നല്ല മനുഷ്യനായിരുന്നു, എനിക്ക് എത്ര അന്തസ്സിൽ ജീവിക്കാമായിരുന്നു. അവനും ആലോചിക്കാൻ തുടങ്ങി. ഞാൻ കണ്ടവളുടെ കൂടെ ഒന്ന് ചിരിച്ചപ്പോഴേക്കും ഞാനും അങ്ങ് സ്നേഹം തുടങ്ങി. പാടില്ലായിരുന്നുവെന്ന് തിരിച്ചറിയുമ്പോഴേക്കും കുഞ്ഞായി കാണും, ഒരുപാടായി കാണും, നാട്ടുകാരറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയൊരു മടക്കം കഴിയുമോ? ഇനി തിരിച്ചു നടക്കാൻ കഴിയുമോ? അബദ്ധത്തിൽ ചാടുന്നതിന്റെ മുമ്പ് തന്റെ ഒരു
കുഞ്ഞു പോലും അബദ്ധത്തിൽ ചാടരുതെന്ന് ആലോചിക്കുന്ന വാപ്പ, അങ്ങനെ ചിന്തിക്കുന്ന ഉമ്മ, അവരെ കണ്ണുനീരാഴ്ത്തിയിട്ട് അല്ലാഹു സന്തോഷം തരില്ല മക്കളെ, അല്ലാഹു സന്തോഷം തരില്ല. ആ സന്തോഷം അല്ലാഹു പിടിച്ചു വെക്കും. ഖൽബ് ബൈന ഇസ്ബഅൈനി മിൻ അസ്ഹാബിർ റഹ്മാൻ. കാരുണ്യവാനായ അല്ലാഹുവിന്റെ വിരലുകൾക്കിടയിലാണ് മനുഷ്യന്റെ ഹൃദയമെങ്കിൽ, ഹൃദയത്തിലാണ് സന്തോഷവും ആശ്വാസവും ഒന്നിറങ്ങുന്നതെങ്കിൽ, ആ ഹൃദയങ്ങളിൽ ആശ്വാസത്തിന്റെ മന്ദമാരുതൻ അടിച്ചു വീശാതെ ആ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് അല്ലാഹു തആല സ്നേഹത്തിന്റെയോ അല്ലെങ്കിൽ സമാധാനത്തിന്റെയോ ഒരു കുളിർക്കാറ്റ് പോലും അടിച്ചു വീശാത്ത രീതിയിൽ ആ കല്ല് പോലെയുള്ള കൽബുകളാക്കി മാറ്റാൻ അല്ലാഹുവിന് കഴിയും. മല്ലം യശ്കുരില്ലാഹ മല്ലം യശ്കുരിന്നാസ ലം യശ്കുരില്ലാഹ വഖലീലും മിൻ ഇബാദിയശ് ശകൂർ. നന്ദി ചെയ്യാത്തവർ അല്ലാഹുവിന് വേണ്ടല്ലോ, ആ ജീവിതം വിജയിക്കില്ല. മുബാറക് എന്ന ചെറുപ്പക്കാരൻ ഇന്നലെ വരെ അടിമയാണ്, പക്ഷേ അവൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നവരാണ്. തന്റെ വാപ്പ മുതലാളിയാണ്, ഒരുപാട് തോട്ടങ്ങളുടെ ഉടമയാണ്, മുന്തിരി തോപ്പുകളാണ് ഈ പറഞ്ഞത്. മുന്തിരി തോപ്പുകളുടെ ഉടമസ്ഥനാണ് മഹാനായ നൂഹ് ഇബ്നു മറിയം റളിയല്ലാഹു അൻഹു, വലിയ മഹാനും മുതലാളിയും. ആ മുതലാളി കെട്ടിച്ചു കൊടുക്കുന്നത് ഇസ്ലാം നോക്കിയിട്ട്, ദീൻ നോക്കിയിട്ട് പറഞ്ഞു കൊടുത്തു. സമ്പത്ത് കെട്ടിക്കുന്നത് ആരാ? ജൂതന്മാർ. നമ്മള് വില പേശുകയാണ് മക്കളെ കല്യാണത്തിന് വെച്ചിട്ട്, എന്റെ മോന് ഇത്ര വലുപ്പമുള്ള വാഹനം, ഇന്ന കമ്പനിയുടെ ഇന്ന ബ്രാൻഡ് വാഹനം, അല്ലേ, ഇത്ര സ്ഥലം, ഇത്ര വീട്, ഇതുണ്ടെങ്കിൽ കല്യാണം ഇല്ലെങ്കിലോ വേണ്ട. അപ്പൊ ആർക്കാണ് ഈ കല്യാണം? ലിൽമാൽ. ജൂതന്മാർ ചെയ്തത് സമ്പത്തിന് വേണ്ടിയാണ്, നമ്മൾ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാ? നമ്മൾ ചെയ്യുന്ന കച്ചവട വിലപേശൽ എന്താണിത്? എന്താണ് ഈ വിലപേശൽ? എന്താണ് ഈ വിലപേശൽ? അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തിന് മുമ്പ് ജൂതന്മാർ കല്യാണം കഴിച്ചത് സമ്പത്ത് കിട്ടാൻ, ക്രിസ്ത്യാനികൾ കല്യാണം കഴിച്ചത് ഭംഗി മാത്രം നോക്കിയിട്ട്. മതം അവിടെ വിഷയമല്ല, ദീനീബോധം വിഷയമല്ല, അവൾ മാതാപിതാക്കൾ അനുസരിക്കുന്നവളാണോ വിഷയമല്ല, അവൾക്ക് അല്ലാഹുവിനെ പേടിയുണ്ടോ വിഷയമല്ല, സൗന്ദര്യം മാത്രം മതി എന്ന് ക്രിസ്ത്യാനികൾ നോക്കിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലമായപ്പോൾ അവര് നോക്കിയത് അവരുടെ സ്വഭാവം എങ്ങനെയുണ്ട്, അവരുടെ ദീൻ എങ്ങനെയുണ്ട്. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. നിങ്ങൾ ആരെയാണോ അനുകരിക്കുന്നത്, നിങ്ങൾ അവരോടൊപ്പമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു തിരിച്ചറിവിൽ നിന്നാണ്, ഉപദേശത്തിൽ നിന്നാണ് തന്റെ കൂടെ ജോലി ചെയ്യുന്ന ഈ ചെറുപ്പക്കാരൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നവനാണല്ലോ. 30-ലേറെ വർഷങ്ങളായി ബഹുമാനപ്പെട്ട നൂഹ് ഇബ്നു മറിയം റഹ്മത്തുള്ളാഹി അലൈഹി 3 വർഷമായി തന്റെ തോട്ടത്തിൽ ഏൽപ്പിച്ചിട്ടുള്ള ഈ ചെറുപ്പക്കാരൻ ഒരു മുന്തിരി പോലും വായ കൊണ്ട് ചവച്ചു നോക്കിയില്ല. എന്റെ മുതലാളി സമ്മതം തന്നില്ലല്ലോ, ഒരു ഫിൽസ് പോലും സമ്മതമില്ലാതെ എടുത്തിട്ടില്ല. ബില്ലില്ലാതെ എന്നല്ല ഞാൻ പറഞ്ഞത്, സമ്മതമില്ലാതെ. അടിച്ച് ബില്ലുകൾ ഉണ്ടാക്കാൻ എളുപ്പമാണ്, കണക്കുണ്ടാക്കാൻ എളുപ്പമാണ്, അക്കൗണ്ട്സ് പഠിച്ച മക്കളെ എന്തെങ്കിലും ഒളിപ്പിച്ചു വെക്കാൻ എളുപ്പമാണ്. തസ്തഖ്ഫൂന മിനന്നാസി വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്. മനുഷ്യര് കാണരുത് എന്ന് നമുക്ക് വലിയ ആഗ്രഹമുണ്ടല്ലേ? മനുഷ്യര് കാണാതെ മറച്ചു വെക്കുന്നുണ്ട്, അല്ലാഹു കാണാതിരിക്കുമോ എന്ന തിരിച്ചറിവുള്ള കച്ചവടക്കാർ, അങ്ങനെ ജോലി ചെയ്യുന്ന ജോലിക്കാർ. ഇതാണ് ഉമ്മത്തിന് ആവശ്യം. ഖുർആൻ എന്ന് പഠിക്കേണ്ട ആദ്യത്തെ പാഠം അല്ലാഹുവിനെ കാണുന്നുവല്ലോ. അല്ലാഹുവിനെ പറ്റി ബോധമുള്ളൊരു ചെറുപ്പക്കാരനാണ് നിന്റെ ഭർത്താവ് എന്ന് പറഞ്ഞപ്പോഴേക്കും, ഉപ്പ നിങ്ങൾക്ക് തൃപ്തിയാണോ? അതേ മോളെ, എങ്കിൽ അത് തന്നെ എനിക്കും ഇഷ്ടമെന്ന് പറഞ്ഞ ആ പൊന്നുമോളെ മഹാനായ മുബാറക് റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചു. അന്ന് റളിയല്ലാഹു അൻഹു പറയാൻ മാത്രം വലിയ പണ്ഡിതനല്ല അദ്ദേഹം, പക്ഷേ അദ്ദേഹത്തിന് ഒരു പൊന്നുമോൻ ജനിച്ചു, ഒരു കുഞ്ഞ് ജനിച്ചു ഈ പെണ്ണിൽ നിന്ന്. ആ കുട്ടിയാണ് ലോകം കണ്ട പ്രഗൽഭനായ മുഹദ്ദിസും ലോകം കണ്ട ആരിഫീങ്ങളിൽ പ്രഗൽഭനുമായ മഹാനായ അബ്ദുല്ലാഹി ബിൻ മുബാറക് റളിയല്ലാഹു അൻഹു. ഈ പെണ്ണിന്ന് ജനിച്ച കുട്ടിയാണ് ലോകത്തിന് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം. ആലിമീങ്ങളുടെ നാവുകൾ അബ്ദുല്ലാഹി മുബാറക് തങ്ങളുടെ വാക്കുകൾ പറയുമ്പോൾ, അവരെ പറ്റി അനുസ്മരിക്കുമ്പോൾ നനഞ്ഞു പോകും. അവരുടെ വാക്കുകൾക്ക് അവസാനമില്ല, അത്രക്ക് വലിയ മഹാൻ. ആ ഒരു ലോകത്തിന്റെ ഗുരുവിനെ ലോകത്തിന് ലഭിച്ചത് അല്ലാഹുവിനെ ഭയപ്പെടുന്ന ഒരു പുതിയാപ്പിള മതി എന്ന് പറഞ്ഞപ്പോൾ, ആ പെണ്ണ് അല്ലാഹുവിന് വേണ്ടി നല്ലൊരു പുതിയാപ്പിളയെ സ്വീകരിച്ചപ്പോ ആ 2 പേർക്കും ജനിച്ച കുട്ടിയാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു തആല അൻഹു. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ എന്ന പോലെ അൽഹംദുലില്ലാഹ്, അല്ലാഹു അദ്ദേഹത്തെ സ്വീകരിക്കുമാറാകട്ടെ.
ഒന്നാമത്തെ പാഠം അതാണ്, അർ-റഖാബ, അള്ളാഹു എന്നെ വാച്ച് ചെയ്യുന്നുണ്ട് എന്ന്, അള്ളാഹു എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബോധമാണ് നമുക്ക് ഖുർആനിൽ നിന്ന് കിട്ടേണ്ട ഒന്നാമത്തെ പാഠം. രണ്ടാമത്തെ പാഠം നമ്മൾ പഠിക്കേണ്ടത് വിശുദ്ധ ഖുർആനിന്റെ സമ്മറി. ഇതൊരു 5-6 ദിവസം പറയാനുള്ള വിഷയമുണ്ട്, പക്ഷേ നമുക്ക് ആവുന്നത്ര ഒരു 11-11:30 മണി വരെയൊക്കെ സംസാരിക്കാൻ പറ്റും ഇൻഷാ അല്ലാഹ്. നല്ല മൈക്കാണ് കേട്ടോ, അൽഹംദുലില്ലാഹ്, നല്ല ഉഷാറായിട്ട്. അത് വലിയൊരു റാഹത്താണ്. കാരണം ഇതിപ്പോൾ കുറേ പൈസ വാങ്ങിയിട്ട് കാര്യമില്ല. സംഘാടകർ ചിലപ്പം 2 ലക്ഷത്തിനൊക്കെ ആൾക്കാരെ വിളിച്ചെന്ന് വരും. മൈക്ക് കൊച്ചല്ല, എന്ത് ചെയ്യാൻ പറ്റും? കല്യാണമാകുമ്പോൾ ചോറ് എന്നാവണം, വേളാകുമ്പോൾ മൈക്ക് എന്നാവണം, അത്രയുള്ള വിഷയം. അല്ല പന്തലൊക്കെ ഭയങ്കര ഉഷാറാണ്, ചോറ് ഉപ്പ് കയറി കഴിഞ്ഞാൽ വലിയ കാര്യമുണ്ടോ എന്ന് പോലെ. അപ്പം ഇതൊരു വലിയ റാഹത്താണ്, എന്തോ ഒരു അള്ളാൻ്റെ തൗഫീഖാണ്. അൽഹംദുലില്ലാഹ്, നല്ല ഉഷാറായിക്കാണ്. കാരണം മോശമാകുമ്പോൾ അവസ്ഥമാർ പറയല്ലോ മൈക്ക് മോശം, നന്നായി പറയില്ലല്ലോ, നന്നായി പറയണ്ടേ, നന്നായിക്കണേ അൽഹംദുലില്ലാഹ്, നന്നായാലും പറയണം. പെരിയൊക്കെ ചെന്നാലേ ഉമ്മാരെ കറി വെച്ചാൽ മോശമായിക്കണമെങ്കിൽ എന്താ വാപ്പാൻ്റെ ഡയലോഗ് എന്ന്, നന്നായി എത്ര ദിവസം നന്നായിക്കണം മോളെ, കറി നന്നായിട്ടുണ്ടെന്ന് ആ ഭാര്യയോട് പറഞ്ഞിട്ട് തന്നെ ഉണ്ടല്ലോ വാപ്പ. അങ്ങനെ അവർ നന്നായി എന്ന് പറയണം, മോശമായെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നന്നായി എന്ന് പറയണം. അൽഹംദുലില്ലാഹ്, അൽ കലിമത്തു ത്വയ്യിബ, നല്ല വാക്ക് തന്നെ വിഷയം. ഖുർആൻ പറയുന്ന ഏറ്റവും വലിയ അത്ഭുതം അതാണ്. നല്ല വാക്ക് ജീവിതത്തിൽ നമുക്ക് കിട്ടാൻ ഒന്നാമത് കിട്ടേണ്ടത് അള്ളാഹു നമ്മെ വീക്ഷിക്കുന്നു എന്ന്. പിന്നെ നമ്മുടെ വാക്കുകൾ നന്നാവുന്നത്, വാക്ക് നന്നാവുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ കൈഫ ضرب الله مثلا كلمة طيبة كشجرة طيبة. ألم تر كيف ضرب الله مثلا كلمة طيبة كشجرة طيبة أصلها ثابت وفرعها في السماء تؤتي أكلها كل حين بإذن ربها ويضرب الله الأمثال للناس لعلهم يتذكرون. ألم ترى നിങ്ങൾ കണ്ടില്ലയോ നബിയേ, കൈഫ ضربallahu مثلا كلمة طيبة, ഒരു നല്ല വാക്കിന്റെ ഉദാഹരണം. നല്ല വാക്ക്, വായെന്ന് വരുന്നതിനാണല്ലോ ഈ വാക്ക് എന്ന് പറയാ. നമ്മൾ എന്ന് പറഞ്ഞത് നമ്മുടെ ഈ കുപ്പായവും സൂട്ടൊന്നല്ല, എന്താണ് നമ്മളെ വാക്കാണ്. നമ്മൾ പറയുന്ന വാക്കിനനുസരിച്ച് മനുഷ്യന്മാർ നമ്മളെ കാണുള്ളൂ. നല്ല സൂട്ടും കൂട്ടൊക്കെ ഇട്ട് ഫുൾ ഡയലോഗ് ആണെങ്കിൽ ആരാൾ തിരിഞ്ഞു നോക്കുക, ആര് പറഞ്ഞാലും കേൾക്കൂല. ഒരു നല്ല കാര്യം ആൾക്ക് വേണ്ടാനും. എല്ലാ മനുഷ്യന്മാരോടും അഹങ്കാരത്തെ വർത്താനം പറയാൻ വല്ല കാര്യമുണ്ടോ? വല്ല ഡിഗ്രി എടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? കലിമത്തുൻ ത്വയ്യിബ, നല്ല വാക്ക്. നല്ല വാക്കിന്റെ ഉദാഹരണം അല്ലാഹു വെച്ചത് നിങ്ങൾ കണ്ടോ നബിയേ? നല്ല ഒരു വാക്ക്, കശജറത്തിൻ ത്വയ്യിബ, നല്ല മനോഹരമായ പഴവർഗ്ഗങ്ങൾ ഉണ്ടാകുന്ന ഒരു നല്ല വൃക്ഷം പോലെ. നല്ല ഒരു വാക്ക്, ഒരു വൃക്ഷം പോലെ, ഒരു മുട്ടായി പോലെ നല്ല പറഞ്ഞ ഒരു വൃക്ഷം പോലെ. ആ വൃക്ഷത്തിന് വേരുകളുണ്ട്, തടിയുണ്ട്, ശിഖരങ്ങളുണ്ട്, അതിൽ കായ്ക്കനികളുണ്ട്, പക്ഷികൾക്ക് ഇരിക്കാൻ പറ്റും, ഇവിടെ കൂട് വെക്കാൻ പറ്റും, അതിന്റെ താഴെ യാത്രക്കാർക്ക് വിശ്രമിക്കാൻ പറ്റും. അതിൽ നല്ല പൂക്കളുണ്ട്, നല്ല സുഗന്ധം കിട്ടും ആ വൃക്ഷത്തിൽ നിന്ന്. ഇതുപോലെയാ നല്ല ഒരു വാക്ക്. ആലോചിച്ച് നോക്കി, എന്തൊരു മനോഹര അള്ളാഹുവിന്റെ ഉദാഹരണം. നല്ല ഒരു വാക്ക്, നല്ല ഒരു വൃക്ഷം പോലെ. അസ്ലുഹാ സാബിതുൻ വഫറഉഹാ ഫിസ്സമാഅ, ആ വൃക്ഷത്തിന്റെ അടിവേരുകൾ ഭൂമിയിൽ ആണ്ടുപൂണ്ട് കിടക്കുന്നുണ്ട്. കാറ്റടിക്കുമ്പോഴേക്കും വീഴുന്ന വൃക്ഷമല്ല. വഫറഉഹാ ഫിസ്സമാഅ, ആകാശങ്ങളിലേക്ക് പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഒരു വടാവൃക്ഷം പോലെയാണ് നല്ല ഒരു വാക്ക്. ലോകത്ത് കലാപങ്ങൾ ഉണ്ടായത് വാക്കുകളെ കൊണ്ടാണ്. ലോകത്ത് യുദ്ധങ്ങൾ ഉണ്ടായത് ചില ആളുകളുടെ ഡയലോഗ് കൊണ്ട്. അഡോൾഫ് ഹിറ്റ്ലറെ പോലെയുള്ള ആളുകൾ, മുസോളിനിയെ പോലെയുള്ള ആളുകൾ. നമ്മുടെ നാടുകളിലെ ചെറിയ ചെറിയ കശപിശകൾ വലിയ വലിയ കലാപങ്ങളായി മാറിയത് രണ്ടാളുകൾ തമ്മിലുള്ള വാക്ക് തർക്കമാണ്, അല്ലേ? വാക്കുകളെ കൊണ്ട് പ്രശ്നമുണ്ടായിട്ടുള്ളൂ. നല്ല സ്നേഹത്തിലും അച്ചടക്കത്തിലും ജീവിക്കുന്ന ഭാര്യയും ഭർത്താവും പിണങ്ങിപ്പോയത്, അവര് തമ്മിൽ തെറ്റിയതും തൊലാഖിലേക്ക് അവരുടെ കല്യാണം എന്ന് അവസാനിച്ചതും ചെറുക്കന്റെ ഉമ്മയോ പെണ്ണിന്റെ ഉമ്മയോ വാപ്പയോ പറഞ്ഞ വാക്കുകൾ, അതുകൊണ്ടേ പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ.